സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സാത്വസ്മിൻ പരമപ്രേമരൂപാം ഭക്തിയെക്കുറിച്ച് ശ്രീനാരദ മഹർഷി നിർവചിക്കുന്നത് അങ്ങനെയാണ്. അസ്മിന് പരമപ്രേമരൂപ ഭക്തി, പരമമായ പ്രിയം ഭഗവാനോടാവുമ്പോ അതിന് ഭക്തി എന്ന് പേര്. അതേ പ്രിയം ലോകവിഷയങ്ങളോടാവുമ്പോ ആസക്തി എന്ന് പേര്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഭക്തിക്ക് ആസക്തി എന്ന് തന്നെ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ മനുഷ്യന് ഭക്തി അറിയില്ല, ആസക്തി അറിയാം. ഭക്തി എന്ന് നമ്മൾ പറയണോ ഭക്തൻ എന്നൊക്കെ അഭിമാനിക്കാം എന്നല്ലാതെ ഭക്തി എന്താന്ന് അറിയില്ല. ലോകസാമാന്യമായി കാണുന്നതിന് വികാരം എന്ന് വേണമെങ്കിൽ പേര് പറയാം എന്നല്ലാതെ ഭക്തി എന്ന് പേര് പറയാൻ വയ്യ. പക്ഷെ ആസക്തി എല്ലാവർക്കും അറിയാം. മക്കളോടുള്ള ആസക്തി, ഭാര്യയോടുള്ള ആസക്തി, ഭർത്താവിനോടുള്ള ആസക്തി, സമ്പത്തിനോടുള്ള ആസക്തി, ജീവിതത്തിനോടുള്ള ആസക്തി. അതേമാതിരി ഒരു പ്രബലമായ ഒരു ഭാവം ആത്മാവിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന് ഭക്തി എന്ന് പേര്. മയി ആസക്തമനാഹ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തത് ശൃണു. ഭഗവത്ഗീതയില് ഭഗവാൻ മയി ആസക്തമനാഹ എന്ന് പറഞ്ഞു. എന്നിൽ ആസക്തിയോടുകൂടെ യോഗാനുഷ്ഠാനം ചെയ്യുകയാണെങ്കിൽ എന്നെ പ്രാപിക്കും. സമഗ്രം മാം പ്രാപ്സ്യസി, സമഗ്രമായിട്ട് പൂർണ്ണമായിട്ടുള്ള ഭഗവത് പ്രാപ്തി. അല്പാൽപമായിട്ട് പൂർണ്ണമായിട്ട് അങ്ങനെ വല്ലതും ഭഗവത് പ്രാപ്തിക്ക് അല്പം പൂർണ്ണം വ്യത്യാസമുണ്ടോ എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. പലവിധ ദർശനങ്ങള് അല്ലെങ്കിൽ ചെറിയ ചെറിയ അനുഗ്രഹങ്ങള് ഇതൊക്കെ വന്നിട്ട് പോകും. ഇതൊക്കെ സമഗ്രമല്ല. എന്നോ ഒരു ദിവസം എനിക്ക് ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ വന്നിട്ട് പോയി, അത് സമഗ്രമല്ല. അതേപോലെ എന്തോ ഒരു കഷ്ടം വന്നപ്പോ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായി വന്നിട്ട് പോയി, അത് സമഗ്രമല്ല. അത് അനുഗ്രഹം ഓർമ്മയിൽ മാത്രം നിൽക്കണു. സമഗ്രമായ ഭഗവത് അനുഭൂതി എന്ന് വെച്ചാൽ ഒരിക്കലും ഭഗവാനെ വിട്ട് പിരിയാതെ എപ്പോഴും അനുപദം, അനുക്ഷണം ഈശ്വര സാന്നിധ്യം അനുഭവിക്കാം. അത് ശരണാഗതി ചെയ്ത ഭക്തന് മാത്രമുള്ളതാണ്. ശരണാഗതി ചെയ്ത ഭക്തനെ വിട്ടു പിരിയാൻ ഭഗവാന് സാധ്യമല്ല. ഭാഗവതത്തിൽ അങ്ങനെ ഒരു അനുഗ്രഹം ഭഗവാൻ കൊടുത്തത് മഹാബലിക്കാണ്. സർവസ്വത്യാഗം ചെയ്ത മഹാബലിക്ക് ഭഗവാൻ പറയണു, തന്നെ വിട്ട് ഞാൻ പിരിയില്ല. രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യത്തെ ഭവാൻ. സദാ കൂടെ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ രക്ഷിക്കും. ഞാൻ കൂടെ ഇരിക്കുന്നത് താൻ കാണുകയും ചെയ്യും എന്നാണ്. അങ്ങനെ ഒരു അനുഗ്രഹം മഹാബലിക്ക് ഭഗവാൻ കൊടുത്തു. സദാ കൂടെ ഇരിക്കണ അനുഭൂതി, വിട്ടുപിരിയാത്ത ഭക്തി, പരാഭക്തി. അപ്പോ അത്തരത്തിലൊരു ഭക്തി പരാപ്രേമം, പരാഭക്തി. കാമ്യഭക്തിയല്ല, എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഭക്തിയല്ല, അല്പസ്വല്പം ദർശനങ്ങൾ ഏർപ്പെടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഭക്തിയല്ല. അതിനൊക്കെ അപ്പുറമുള്ള ഭക്തി പ്രേമപ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര എന്ന് പറഞ്ഞു. പ്രേമപ്രൗഢി, രസാർദ്രത, പ്രൗഢമായ പ്രേമം. പ്രൗഢമായ പ്രേമം, ആ പ്രേമരസം അനുഭവിച്ച് ആർദ്രത, ഹൃദയം ദ്രവിക്കുന്നു. ആർദ്രമായ പ്രേമാനുഭവം
ഇത് ഭക്തിയുടെ പരമകാഷ്ഠയായി നാരദ മഹർഷി തന്നെ പറയുന്നു. അങ്ങനെയുള്ള ഭക്തി കിട്ടണം. ആ ഭക്തിക്കുള്ള പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ദശകം. ഭക്തി കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ഭഗവാനോട്. ഭഗവാനെ ഭക്തി തരൂ. മുക്തിം ദദാതി കർഹിചിത് നതു ഭക്തിയോഗം എന്ന് ഭാഗവതം ഋഷഭയോഗീശ്വര കഥ പറയുമ്പോ പറഞ്ഞു. മുക്തിയെ പോലും കൊടുത്തു കളയും, ചിലപ്പോ ഭക്തിയെ കൊടുക്കില്ല എന്ന്. മുക്തി എന്ന് വെച്ചാൽ തത്വജ്ഞാനം. തത്വജ്ഞാനം ഏർപ്പെട്ടാൽ മുക്തനായി. പക്ഷേ ഭക്തി എന്ന് വെച്ചാലോ സതതമായ ആനന്ദാനുഭവം, നിരന്തരമായ ഭഗവാന്റെ അനുഭൂതി, അതായത് ബ്രഹ്മാനുഭൂതി. ഇവിടെ പരാഭക്തിയും മുക്തിയും എന്താ വ്യത്യാസം? മുക്തി എന്ന് വെച്ചാൽ തത്വജ്ഞാനം, പരാഭക്തി എന്ന് വെച്ചാൽ ജീവൻ മുക്തി. തത്വജ്ഞാനത്തോടുകൂടെ സദാ ഉള്ള ബ്രഹ്മാനുഭവം തന്നെയാണ് മുക്തി, ബ്രഹ്മാനുഭവം തന്നെയാണ് ഭക്തി. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ എന്ന് ആചാര്യസ്വാമികൾ ഭക്തിയെ നിർവചിച്ചു. ആത്മാവിനെ നിരന്തര അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്ന് പറഞ്ഞു. ആത്മാവിനെ അറിയുന്നത് തത്വജ്ഞാനം, ആത്മാവിനെ നിരന്തരം അനുഭവിക്കുന്നത് ജീവൻ മുക്തി. തത്വജ്ഞാനികൾ അറിഞ്ഞു, പക്ഷെ വിട്ടുപോകും, ഓർമ്മയിലുണ്ടാവും. പക്ഷെ ജീവൻ മുക്തന്മാർക്കോ നിരന്തരം ആ അനുഭൂതി, സദാ അനുഭവം, ഒരു ക്ഷണനേരത്തിലേക്ക് മറക്കാതെ അനുഭവം. അപ്പൊ അത്തരത്തിലുള്ള അനുഭൂതിയാണ് പരമകാഷ്ഠയായ ഭക്തി. അത് എങ്ങനെ സിദ്ധിക്കും? ലളിതമായ ഭക്തി സാധന കൊണ്ട് തന്നെ സിദ്ധിക്കും. ഭഗവത് കഥകളെ കേട്ട് ത്വദ്ഭക്തിസ്തു കഥാരസാമൃതഝരീ നിമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവീം അക്ലേശതസ്തൻവതി. ക്ലേശമില്ലാതെ തന്നെ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവത് കഥകൾ കേൾക്കുക, അതിൽ വീണ്ടും വീണ്ടും മുങ്ങിക്കുളിക്കാം. അങ്ങനെയാണെങ്കിലോ അപ്പൊപ്പം തന്നെ രസിച്ചുകൊണ്ട് തന്നെ പോവാം. നാമജപം തുടങ്ങുമ്പോ തന്നെ രസം. നാമം രുചിക്കും മധുരമാണെന്ന് എല്ലാവരും പാടുന്നു, എല്ലാ ഭക്തന്മാരും പാടുന്നുണ്ട്. പക്ഷെ എന്താ പലർക്കും എന്നിട്ടും നാമം ജപിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടത് മധുരിക്കണില്ല എന്ന് വെച്ചാൽ, കുറെയൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മധുരം തിന്നു പഠിച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള മധുരം രുചിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഴം, അമ്പലത്തിൽ ഇപ്പൊ പഴം ശ്രദ്ധിച്ചതാണ്, പഴമോ വേറെ വല്ല നല്ല മധുര പലഹാരങ്ങളോ കൊടുത്താൽ കുട്ടികൾ തിന്നണില്ല. എന്താന്ന് വെച്ചാൽ ചോക്ലേറ്റും അതും ഇതുമൊക്കെ തിന്നിട്ട് നാക്കിന് അങ്ങനെയുള്ള രുചി, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രുചി ഉണ്ടാക്കിയെടുത്താൽ നാച്ചുറൽ ആയിട്ടുള്ള രുചി പിടിക്കണില്ല. അതേപോലെ ലോക വിഷയവിഷം തിന്ന് പഠിച്ച മനസ്സിന് യഥാർത്ഥ മാധുര്യത്തിനെ രുചിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോണു. ഭഗവാൻ പരമകൃപ കൊണ്ട് മധുരമായ നാമാനുഭവം, മധുരമായ ഭക്തിയുടെ അനുഭവം ഈ ജീവന് പുകട്ടിക്കൊടുക്കും ഉള്ളിൽ. ചെറിയ കുട്ടിക്ക് വായിൽ ഒഴിച്ചു കൊടുക്കണ പോലെ ഭഗവാൻ നിർബന്ധിച്ച് ഭക്തി അനുഭവിപ്പിക്കും. അതാണ് അപാര കാരുണ്യം. ഭഗവാന്റെ നാമം ഉള്ളിൽ കടക്കണത് തന്നെ ഭഗവാൻ കടക്കണതാണ്. ഭക്തന്മാരൊക്കെ അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. നാമമേ ഭഗവാന് മേലെ. ഭഗവൻ നാമം ഉള്ളിൽ കിടക്കണത് തന്നെ ഭഗവാൻ ഉള്ളിൽ കിടക്കണത്. ഭഗവാൻ നാമമായിട്ടാണ് ഉള്ളിൽ കിടക്കണത്. മീരാബായി അങ്ങനെ പാടിയിരിക്കുന്നു, ചൈതന്യ മഹാപ്രഭു അങ്ങനെ പാടിയിരിക്കുന്നു, നമ്മുടെ പൂന്താനം പാടിയിരിക്കുന്നു. ഇവരെല്ലാരുമേ നാമത്തിനെ ഭഗവത് സ്വരൂപമായിട്ട് തന്നെ പാടിയിരിക്കുന്നു. നാമദേവൻ പല സ്ഥലത്തും നാമം എന്ന് പറയുന്നത് ബ്രഹ്മത്തിനെ തന്നെ പാടിയിരിക്കുന്നു. ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ തന്നെ നാമം, ആത്മാ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നാമം എന്നിരിക്കുന്നു. എത്രയോ കോടി ജന്മങ്ങൾ ഈ ജീവൻ നാമത്തിനെ അറിയാതെ ചുറ്റി അവസാനം നാമത്തിനെ അറിഞ്ഞപ്പോൾ അവനവനെ അറിഞ്ഞു എന്നൊക്കെ നാമദേവന്റെ പാട്ടുകളിൽ വരും. അപ്പൊ അവിടെ നാമം എന്ന് വെച്ചാൽ എന്താ? മീരാബായി ഒരിടത്ത് പറയുന്നുണ്ട്, നാമം എത്രയോ ജന്മങ്ങളായി എന്റെ ഉള്ളിൽ മുഴങ്ങിക്കിടന്നു. പുറത്തുനിന്ന് ഗുരു അത് ഉച്ചരിച്ചപ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ മുഴങ്ങിക്കിടന്ന നാമത്തെ കണ്ടെത്തി. അപ്പൊ പുറത്തുനിന്ന് ഗുരു ഉച്ചരിക്കണ നാമം ഉള്ളിൽ എത്രയോ ജന്മങ്ങളായി മുഴങ്ങിക്കൊണ്ടിരുന്ന നാമത്തിനെ സ്നേഹിക്കണം. അപ്പൊ ഉള്ളിലുള്ള നാമം ഉണരണമെന്നാണ്. അപ്പൊ നാമം എല്ലാവരുടെ ഉള്ളിലുമുണ്ട്, ഭഗവാന്റെ നാമം എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. പുറത്തുനിന്ന് അത് പ്രവേശിക്കണം. പ്രവേശിക്കാൻ മുഖ്യമായ തടസ്സം എന്താ? വിഷയവാസന. ആ വിഷയവാസന
പോകണമെങ്കിൽ ദുഃഖം ഏർപ്പെടണം. ദുഃഖം ഏർപ്പെട്ടാൽ, അതുകൊണ്ടാണ് നിർബന്ധമായും ഈ ലോകത്തിൽ ദുഃഖമുള്ളത്. അത് ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള വ്യാഖ്യാനമാണ്. എന്തിനാ നിർബന്ധമായി ലോകത്തിൽ ദുഃഖം ഉള്ളതെന്ന് വെച്ചാൽ, നിർബന്ധമായും ഭഗവാൻ ദുഃഖിപ്പിക്കും. ദുഃഖിപ്പിച്ചാലേ വിഷയവാസന പോവുകയുള്ളൂ. നമ്മളായിട്ട് പരിശ്രമിച്ച് ചെയ്യുന്ന തപസ്സിനേക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും ഭഗവാനായിട്ട് തരുന്ന ഒരു തപസ്സാണ് ദുഃഖം. ആ ദുഃഖം ഏർപ്പെടുമ്പോ എത്രയോ ജന്മങ്ങളിൽ തപസ് ചെയ്തിട്ട് ശുദ്ധമാക്കേണ്ട ചിത്തം ഈ ദുഃഖാനുഭവം കൊണ്ട് ശുദ്ധമാവും. ഈ ദുഃഖാനുഭവം കൊണ്ട് ശുദ്ധമാവും. മാണിക്യവാചകസ്വാമികൾ ഒരിടത്ത് പറയുന്നു, തനിക്ക് ഭഗവാൻ നാമരൂപത്തിൽ ഉള്ളിൽ കടന്നതിനെ പറയണം. നാനേയോ തപം ചെയ്തേൻ ശിവായ നമവനപ്പെற்றേൻ തേനായിൻ അമുദമായി തിത്തിക്കും ശിവപെരുമാൻ താനേ வந்து என் உள்ளம் புகுந்து அடியார்க்கு அருள் செய்தான் அடியேற்கு அருள் செய்தான் ஊன் ஆறும் உயிர் வாழ்க்கை ഒരുത്തன்றേ വെറുത്തിടവേ. ഞാൻ ഒരു തപസ്സും ചെയ്തില്ല. അദ്ദേഹം പറയാണ്, ഞാൻ തപസ്സൊന്നും ചെയ്യാതെ ലൗകികനായിട്ട് നടന്നിട്ടും ഭഗവാന്റെ നാമം എനിക്ക് കിട്ടി. ശിവായ നമവനപ്പെற்றേൻ. നാമം എന്റെ ഉള്ളിൽ കടന്നു. ആ നാമം ഉള്ളിൽ കടന്നതോടുകൂടെ തേനായി ഇന്നമുദമായി. ആ നാമം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അമൃതം പോലെ ഉണ്ട്. അമൃതം പോലെ. അതിനു മുമ്പ് ഒരു പാട്ടിൽ പറഞ്ഞു, അത് ആ അമൃതമാണെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. ആദ്യമൊക്കെ അമൃതം പോലെയാണ് ഭക്തിയെങ്കിലും, അമൃതം പോലെയാണ് നാമമെങ്കിലും ഉള്ളിൽ വിഷയവാസന ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയൊന്നും വിട്ടില്ല അത്രേ. കുട്ടികളെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കണ പോലെ അടിച്ചടിച്ച് എന്നെ കൊണ്ട് ഇത് ഉപയോഗിച്ച് കഴിപ്പിച്ചു എന്നാണ്. അടിത്ത് അക്കാരം തീറ്റിയം. അടിച്ചടിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റിയത്രേ. കൽക്കണ്ട് പോലെ മധുരിക്കുന്നു നാമം, പക്ഷെ ഞാൻ തിന്നില്ല. വിഷയവാസന ഉള്ളിൽ രുചിച്ചുപോയി. അതുകൊണ്ട് നാമത്തിൽ രുചി ഏർപ്പെടുന്നില്ല. നാമസങ്കീർത്തനം, നാമജപം എന്നൊക്കെ പറയാം, പക്ഷെ പറയുന്നവർക്ക് പോലും ജപിക്കാൻ പറ്റണില്ല. എന്താ? ഉള്ളിൽ പല വാസനകൾ. അപ്പൊ ആ വാസനകൾ പോവണമെങ്കിൽ കുറെയൊക്കെ ഇവിടെ ദുഃഖിച്ചാൽ ആ ദുഃഖം കൊണ്ട് വിഷയവാസനകളൊക്കെ പോയി നാമത്തിൽ രുചി ഏർപ്പെടും. ആ സമയത്ത് ഭഗവാന്റെ കൃപ കൊണ്ട് നാമം കിട്ടും. ആ ജപം തുടങ്ങുമ്പോ തന്നെ സദ്യസിദ്ധികരീ. ഏതോ കുറെ നാമം ജപിച്ച് കഷ്ടപ്പെട്ടിട്ട് സിദ്ധിയല്ല. ജപം തുടങ്ങുമ്പോ തന്നെ, ആരാധന തുടങ്ങുമ്പോ തന്നെ, സങ്കീർത്തനം തുടങ്ങുമ്പോ തന്നെ, സത്സംഗത്തിൽ പങ്കെടുത്ത് ആരംഭിക്കുമ്പോ തന്നെ സദ്യസിദ്ധികരീ ജയതി ഐ വിഭോം. അപ്പൊ തന്നെ അത് രുചിച്ചു തുടങ്ങണമെന്നാണ്. ആ ക്രമേണ ആ ആരംഭത്തിലുണ്ടായിരുന്ന ആ രുചി പതുക്കെ 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 അഭിവൃദ്ധിപ്പെട്ട് പ്രേമ പ്രൗഢരസാർദ്രത, പ്രൗഢമായ പ്രേമമായിട്ട് ഹൃദയം സദാ ഉരുകി 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 പരമാത്മാകാരമായിട്ട് നിൽക്കുന്നു. തദാകാര വൃത്തി കൊണ്ടു നിൽക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഭക്തി ഉണ്ടാവാനുള്ള സാധനകളാണ് അടുത്ത അധ്യായത്തിൽ മുഖ്യമായിട്ടും വർണ്ണിക്കുന്നത്. ഭക്തിക്കുള്ള പ്രാർത്ഥന, ഭഗവാനോട് ഭഗവാനെ ഭക്തി തരൂ. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തെ പരം അമൂന് അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ആരാണ് ധന്യന്മാര്? ധന്യത ആർക്കാ ഉള്ളത്? ജീവിതത്തിൽ പരിപൂർണ ധന്യത. ആഗ്രഹങ്ങളെല്ലാം സാധിച്ചാൽ ധന്യത. ഒന്നിൽ സകല ആഗ്രഹങ്ങളും സാധിക്കണം, അല്ലെങ്കിൽ സകല ആഗ്രഹങ്ങളും വേണ്ട വെക്കണം. സകല ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പൊ ഉള്ളത് എന്താണ്? സകല ആഗ്രഹങ്ങളും വിട്ടുപോകണം. അതെപ്പോ വിട്ടുപോകും? ചിത്തത്തിന് ഭഗവത് പ്രേമം ഉണ്ടാവുമ്പോ, ഭഗവാനിൽ അങ്ങനെ ഒരു പ്രീതി ഉണ്ടാവുമ്പോ ബാക്കിയുള്ളതൊക്കെ തുച്ഛം, വിഷം പോലെ തള്ളിക്കളയും. ആ പ്രീതിയുടെ
ലക്ഷണം എന്താണ്? പഠന്തോ നാമാനി പ്രമദഭരസിന്ധൂ നിപതിതാഹ. ഭക്തന്മാരുടെ ലക്ഷണത്തിന് പറയാ അവിടെ പെട്ടത്. ഭക്തന്മാരെങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ, പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഹ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ. ഭഗവാന്റെ നാമത്തിനെ പഠിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നു, നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ജപം ചെയ്തുകൊണ്ടിരിക്കുന്നു. യജ്ഞാനാം ജപയജ്ഞോസ്മി. തത്വജ്ഞാനം ഉണ്ടായാലും അതിനുശേഷം എന്തു ചെയ്യും? നാമാനി കൃത്വ അഭിവദൻ യഥാസ്തേ. നാമം ജപിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. പഠന്തോ നാമാനി. ബാക്കിയുള്ള സമയമൊക്കെ എന്തു ചെയ്യും? അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും നേടാനില്ല, ആഗ്രഹമില്ല, എങ്ങോട്ടും പോവാനില്ല, ഇനി ഒരിടത്തും എത്താനില്ല, ഇനി ഒന്നും വേണം എന്നില്ല. ഇനി സാക്ഷാത് ഈശ്വരൻ മുമ്പിൽ വന്ന് നിന്ന ദർശനം തരാനായിട്ട് വന്നാലും ഭഗവാനോട് പറയാ, ഭഗവാനെ ഇങ്ങനെയൊന്നും വന്ന് ദർശനമൊന്നും തരണ്ട, വെറുതെ വന്നിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ കിടന്ന് കരയും, വരുമൊന്നും വേണ്ട, ഞങ്ങൾ നാമം ജപിച്ചുകൊണ്ടിരുന്നോളാം. പഠന്തോ നാമാനി. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കാം. ആ ജപം ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? പ്രമദഭരസിന്ധൂ നിപതിതാഹ. നാമം തന്നെ ഉള്ളിലുള്ള നാമത്തിനെ ഉണർത്തുന്നത് കൊണ്ട് ആനന്ദ സിന്ധു, ആനന്ദ സമുദ്രം എന്നാണ്. ആനന്ദ സമുദ്രത്തിൽ മുങ്ങി വീണ് പ്രമദഭരസിന്ധൗ നിപതിതാഹ. നാമം ജപിക്കുമ്പോ അതോടൊപ്പം ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കുകയും ചെയ്യുന്നു. സ്മരന്തോ രൂപം തേ. രൂപത്തിനെയൊക്കെ വർണ്ണിച്ചുവല്ലോ. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലകം. ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ ഇങ്ങനെ കരുതി ധ്യാനിക്കാം. ഭഗവത് രൂപധ്യാനവും ജപവും ചെയ്തുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാലോ രാവിലെ മുതൽ രാത്രി വരെ സമയമുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ചെലവഴിക്കണം. ഒന്നും നേടാനില്ല, ആശ വെച്ചുകൊണ്ട് അലയലൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ ഒരു ശ്ലോകം പറഞ്ഞു, ഇതേപോലെ മനോഹരമായ ശ്ലോകം. രാവിലെ എഴുന്നേറ്റാൽ എന്തു ചെയ്യും രാത്രി വരെ എന്ന് വെച്ചാൽ, കഞ്ചിത് കാലമുമാമഹേശ ഭവതഃ പാദാരവിന്ദർശനൈ കഞ്ചിത് ധ്യാനസമാധിഭിശ്ച നദിഭിഃ കഞ്ചിത് കഥാകർണനൈ കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ്ച നുതിഭിഃ കഞ്ചിത് ദശാം ഈദൃശീം യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനഃ ജീവൻ സ മുക്തഃ ഖലു. ജീവൻ മുക്തൻ എങ്ങനെ ജീവിക്കും എന്നാണ്. ജീവൻ മുക്തനാണ്, തത്വജ്ഞാനിയാണ്. തത്വജ്ഞാനി നിരന്തരം ആ വസ്തുവിൽ രമിക്കുമ്പോൾ ജീവൻ മുക്തൻ, വാസനാക്ഷയം ഏർപ്പെട്ടു. അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ എന്താ, എന്തെങ്കിലുമൊക്കെ ശരീരത്തിനും എൻഗേജ്മെന്റ് ഇരുന്നോട്ടെ. കഞ്ചിത് കാലം രാവിലെ എഴുന്നേറ്റാ ഭഗവാന് സുപ്രഭാതം പാടുക, ഭഗവാനെ പ്രബോധനം ചെയ്ത് ഉണർത്താം. നമ്മളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ചു വന്ന് വീട്ടിലുള്ള മൂർത്തിക്ക് സുപ്രഭാതം പാടി ദീപാരാധന കാണിക്കാം. എന്നിട്ടോ കുറച്ചുനേരം ഭഗവാന്റെ മുമ്പിലിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ധ്യാനിക്കണു എന്നുള്ള ഭാവവും വിട്ട് സമാധി ദശയിൽ ഇരിക്കണം. ചിലപ്പോ കുറെ നേരം അത് വിട്ടുണർന്നാൽ ജപം ചെയ്തുകൊണ്ടിരിക്കും. ജപം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തിനെയും ധ്യാനിക്കും. ധ്യാനിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചിലപ്പോൾ സമാധി ദശയിലിരിക്കും. ഇങ്ങനെ കുറെ നേരം പോകും. അത് വിട്ടുണർന്നാലോ പുറത്തുപോയി പുഷ്പമൊക്കെ പറിച്ചുകൊണ്ടുവന്ന് ഭഗവാനെ അഭിഷേകം ചെയ്യും, പുഷ്പം കൊണ്ട് പൂജിക്കും. അങ്ങനെ കുറച്ചു നേരം കഞ്ചിത് കാലമുമാമഹേശ ഭവതഃ പാദാരവിന്ദർശനൈ ധ്യാന സമാധിഭിശ്ച. അത് വിട്ടു പൂജയൊക്കെ കഴിഞ്ഞാലോ കുറച്ചു നേരം സ്തുതിക്കും, സ്തോത്രങ്ങളൊക്കെ ചൊല്ലും, സങ്കീർത്തനം ചെയ്യും, ഭക്തന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് പാടുക, നർത്തനം ചെയ്യുക. പിന്നെയോ നമസ്കാരം, അമ്പലങ്ങളിൽ പോവുക, പ്രദക്ഷിണം വയ്ക്കുക. ഇങ്ങനെ സ്വാധ്യായം, എന്തെങ്കിലും സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാം. ഇങ്ങനെ ഒരു ഉച്ചവരെ ഊണ് കഴിക്കേണ്ട സമയം വരെ പോയി. പിന്നെ ഊണ് കഴിച്ചു,
ആഹാരമൊക്കെ കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞാൽ, വിശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ സ്വാധ്യായം, എവിടെയെങ്കിലും തീർത്ഥയാത്ര, സത്സംഗം, എവിടെ കഥയുണ്ടോ ഭാഗവതമുണ്ടോ എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്നു കുറച്ചു നേരം. അതൊക്കെ കഥാകർണനീ, കുറെ കഥകളൊക്കെ കേട്ടു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും? അപ്പോഴും വ്യവഹാരം കർമ്മങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും രാത്രിയാവുമ്പോഴും കുറെ ജപം ചെയ്തു, ധ്യാനം ചെയ്തു, സദ്ഗ്രന്ഥങ്ങൾ വായിച്ചു, അന്നന്ന് സത്സംഗത്തിൽ കേട്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി. സ്വയം ഒരു പുസ്തകത്തിൽ എന്തെന്ത് ഭക്തി സാധനകൾ ചെയ്തുവോ അതൊക്കെ എഴുതി വെച്ചു, ആസ്വാദനത്തിന് എഴുതി വെച്ചു. കുറച്ച് സമയം കിട്ടിയാൽ ഭഗവാനോട് കുറച്ച് വർത്തമാനവും പറഞ്ഞു. എന്നിട്ട് രാത്രി കിടക്കാൻ പോകുമ്പോ കിടക്കയിൽ ഇരിക്കുമ്പോ ഭഗവാന്റെ മടിയിൽ അങ്ങനെ കിടക്കണതായിട്ട് ഭാവന ചെയ്തുകൊണ്ട് അങ്ങോട്ട് കിടക്കുക. എന്നിട്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ പ്രാതസ്മരാമി പരമേശ്വരപാദപത്മം എഴുന്നേക്കാം. എഴുന്നേൽക്കുമ്പോ തന്നെ അങ്ങനെ വേണം. എഴുന്നേൽക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി എന്തൊക്കെ പീഡ ഉണ്ടായിരുന്നു അതൊക്കെ പൊന്തി വരും. അത് വരാതിരിക്കണമെങ്കിൽ രാത്രി കിടക്കുമ്പോ ഭഗവാന്റെ മടിയിൽ കിടക്കണ പോലെ ഭാവത്തോടുകൂടെ കിടന്നുറങ്ങി, പ്രകാശത്തിൽ കിടന്നുറങ്ങി. ഉണരുമ്പോ പ്രകാശത്തിൽ ഉണരണം. ഉണരുമ്പോഴോ പ്രാതസ്മരാമി പരമേശ്വര പാദപത്മം, അങ്ങനെ ഉണരാം. ഭഗവാന്റെ പാദപത്മത്തിനെ സ്മരിച്ചുകൊണ്ട് തന്നെ ഉണർന്നു. അങ്ങനെ രാവും പകലും ഉറക്കത്തിനും നടുവിലുള്ള സമയം ഭജനമായിട്ടും ജപമായിട്ടും ധ്യാനമായിട്ടും കഥാകഥനമായിട്ടും കഥാശ്രവണമായിട്ടും നീ അല്പസ്വല്പമൊക്കെ വേണം. വ്യവഹരിക്കേണ്ട കാര്യമുണ്ട് ലോകത്തിലെന്ന് വെച്ചാൽ അതിനും വഴി പറഞ്ഞു തന്നു ഭാഗവതകാരൻ. യാവതർത്ഥം വ്യവഹരേത്, വേണ്ടത്ര മാത്രം ഗേഹേ ദേഹേജ പണ്ഡിത. ശരീരത്തിലും വീട്ടുകാര്യങ്ങളിലൊക്കെ എത്ര കണ്ട് വ്യവഹരിക്കണം എന്ന് വെച്ചാൽ ഒരു അരകുറയായിട്ട് അങ്ങനെയൊക്കെ മതി എന്നാണ്. അപ്പൊ ലോകത്തിലെ കാര്യമൊക്കെ ഒന്നും ശരിയാവില്ലല്ലോ. അതല്ലെങ്കിലും ശരിയാവില്ല, അത് നമ്മൾ ചെയ്യാൻ പോയാലും ശരിയാവില്ല. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. ലോകത്തിൽ പെർഫെക്ഷന് വേണ്ടി ആരെങ്കിലുമൊക്കെ കൊതിച്ചാൽ അവര് ദുഃഖിക്കേണ്ടി വരും. ലോകം എപ്പോഴും ഇംപെർഫെക്റ്റ് ആണ്. അതൊക്കെ അങ്ങനെയൊക്കെ പകുതിയായിട്ട് കിടക്കട്ടെ. അതൊക്കെ അവിടെ പകുതിയാക്കി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലത്തെ കാര്യം മുഴുവനാക്കിയിട്ട് സപ്താഹത്തിന് വരണം എന്ന് വെച്ചാൽ നടക്കില്ല. കുറെയൊക്കെ പകുതിയായിട്ട് ഇരിക്കട്ടെ, അങ്ങനെ വെക്കാം. അങ്ങനെ നിരന്തരം ഒരു വ്യവഹാര തലത്തില് ആര് ഭജനം ചെയ്തുകൊണ്ട് തന്നെ ചരിക്കുന്നുവോ, ചരന്തോ യേ ഭക്താ. ചില ഭക്തന്മാർ തീർത്ഥയാത്ര പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് വീട്ടിലെത്തിറങ്ങി കുറെ കാലമാവും. ഇനി ഭാഗവത അവിടെ സപ്താഹമുണ്ട്, അവിടെ പാരായണമുണ്ട്, ഇവിടെ പ്രഭാഷണമുണ്ട്, അല്ലെങ്കിൽ വെറുതെ തീർത്ഥക്ഷേത്രങ്ങൾ യാത്ര പോയി അങ്ങനെ പോയിട്ട് വന്നാൽ അത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തീരാത്ത പ്രശ്നമുണ്ടെങ്കിൽ അപ്പൊ ഇറങ്ങിപ്പോണം. എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് വരുമ്പോഴേക്ക് തീർന്നിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഇരുന്നിട്ട് തീർത്തതല്ല, നമ്മൾ പോയപ്പോഴാണ് പ്രശ്നം തീർന്നത്. അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയത് ആരാന്ന് അപ്പൊ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മളില്ലെങ്കിൽ ഈ പ്രശ്നമേ തീരില്ല, നമ്മൾ നിന്നിട്ട് വേണം തീർക്കാനൊക്കെ ഒരു ഭ്രമം ഉണ്ടാവും. നല്ല പ്രശ്നം മുറ്റി നിൽക്കുമ്പോ അപ്പൊ പോണം, ഇറങ്ങി ഒരു പോക്ക്. ചരന്തോ യേ ഭക്ത. സമാധാനമായിട്ട് ഏതെങ്കിലും തീർത്ഥക്ഷേത്രത്തിൽ പോയി ഒന്ന് കുറച്ചു ദിവസം ഭഗവാനെ വിളിച്ചിട്ട് നാമസങ്കീർത്തനാദികളൊക്കെ ചെയ്ത് ജപം ചെയ്ത് നല്ല സദ്ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സ് സമാധാനത്തോടെ വെച്ചിട്ട് തിരിച്ചു വരുമ്പോ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ടാവും. അതിന് എത്രയോ ഭക്തന്മാര് പരീക്ഷിച്ചിട്ടുണ്ട്. പലരും പ്രശ്നം തീർത്തിട്ട് തീരണില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ ഒക്കെ പരിഹരിക്കപ്പെടും. അപ്പൊ ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ. ഇങ്ങനെ സദാ ഏതെങ്കിലും വിധത്തിൽ ഭഗവത് ഭക്തിയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ഭഗവാനിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെ ധന്യാൻമന്യേ, അവരാണ് ധന്യപുരുഷന്മാർ. അഹം ധന്യാൻമന്യേ സമധിഗത സർവാഭിലഷിതാൻ. പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിച്ചു കഴിഞ്ഞവരാണ് അവര്. സമധിഗത സർവ അഭിലഷിതാൻ. എന്തൊക്കെ ഒരു മനുഷ്യന് ആഗ്രഹം ഉണ്ടാവോ അതൊക്കെ നേടിക്കഴിഞ്ഞവരാണ്. ഭാഗവതത്തിലെ പ്രഹ്ലാദൻ ഭക്തിസാധനയെ നവവിധ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രവണം കീർത്തനം വിഷ്ണോ
സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ശ്രവണം ആദ്യത്തെ വടി. ആദ്യം ഇതാ ഭക്തിയെക്കുറിച്ച് നമ്മൾ കേൾക്കണം. പിന്നെ സങ്കീർത്തനം, ഈ കേട്ടതിനെ കീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭഗവാന്റെ നാമം സങ്കീർത്തനം ചെയ്യുന്നു, ഈ കേട്ടതിനെ മറ്റുള്ളവരോട് പറഞ്ഞ് ആസ്വദിക്കണം. വീട്ടില് പോയി കഴിഞ്ഞാൽ ഇത് കേൾക്കാത്തവരോട് ഇതിനെക്കുറിച്ച് പറയാം. അവര് ചിലപ്പോ കേൾക്കാൻ തയ്യാറാവില്ല, എങ്കിലും പറയാം. അതുകൊണ്ട് 2 ഗുണമുണ്ടാവും. ഒന്ന്, നാളെ മുതൽ അവര് നമ്മളെ ഉപദ്രവിക്കില്ല, നമ്മളെ കണ്ടാലേ ഓടിപ്പോകും. അല്ല, അവര് ശ്രദ്ധയുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യും. 2 വിധത്തിലും നല്ലതാണ്. അപ്പോ ശ്രവണം കീർത്തനം വിഷ്ണു. പിന്നെ ഇങ്ങനെ ശ്രവണ കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നാൽ കുറെ കഴിയുമ്പോൾ സ്മരണം തുടങ്ങും. സ്മരണം നമ്മളായിട്ട് ചെയ്യണമെന്നില്ല, മനസ്സ് സ്മരിച്ചു തുടങ്ങും. നമ്മൾ എപ്പോഴും എന്തിനെ ശ്രവിക്കണമോ, എന്തിനെ കീർത്തിക്കണമോ അതിനെയാണ് മനസ്സ് സ്മരിക്കണത്, സ്വപ്നത്തിലും വരണത്. കുറെ കാലം ജാഗ്രതത്തില് ശ്രവണ കീർത്തന മനനങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ, ഈ ഭജനം ചെയ്തുകൊണ്ടേയിരുന്നാൽ കുറച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിലേക്ക് അത് ഒഴുകി ചെല്ലും. ജാഗ്രതത്തിൽ എന്ത് ചെയ്യണോ അതാണ് സ്വപ്നത്തിലും കാണുന്നത്. അപ്പൊ ശ്രവണ കീർത്തനങ്ങൾ നടത്തിയാൽ മനസ്സ് ക്രമേണ ശുദ്ധമായി അതിനെ രാത്രി ഉറങ്ങുമ്പോ സ്വപ്നത്തിലും സ്മരിക്കും. പിന്നെ അർച്ചനം, ഭഗവാനെ അർച്ചിക്കൽ. അർച്ചനം വന്ദനം ദാസ്യം. ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്നുള്ള ഭാവം എപ്പോഴും വെച്ചുകൊണ്ടിരിക്കാം. സഖ്യം, ഇത്രയുമായാൽ ഭഗവാൻ കൂടെ നടക്കും. അതാണ് സഖ്യം. കൂടെ ഉണ്ടാവും, എപ്പോഴും കൂടെ ഉള്ള പ്രതീതി ഉണ്ടാവും. സഖാവായിട്ട്, അവിജ്ഞാത സഖാവായിട്ട് ഭഗവാൻ ഉണ്ട്, അത് അറിയപ്പെടും. അത് അറിഞ്ഞു കഴിഞ്ഞാലോ ആത്മനിവേദനം. ആത്മനിവേദനം നമ്മളായിട്ട് ചെയ്യേണ്ട. ഈ സഖാവായി കൂടെ നടക്കുന്ന ആൾ ഒരു ദിവസം പിടിച്ചു വിഴുങ്ങും. സഖ്യം ആത്മനിവേദനം. ഈ നവവിധ ഭക്തിക്ക്, ഈ ഭക്തി ചെയ്തുകൊണ്ട് സദാ ഭഗവത് സ്മരണത്തിലും ഭഗവത് ധ്യാനത്തിലും രമിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരോ അവൻ ധന്യൻ. ഇത്തരത്തിലുള്ള ഭക്തി ക്രമേണ പരാഭക്തിയായിട്ട് തീരും. ഇങ്ങനെ ശ്രവണകീർത്തന മനനങ്ങൾ ചെയ്ത് 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 മനസ്സ് ലോകത്തിനെ വിട്ടുപോകും, ലോകവിഷയങ്ങളെ വിട്ടുപോകും. ഈ മനസ്സെന്ന് പറഞ്ഞാൽ തന്നെ എന്താ, വിചാരങ്ങളാണല്ലോ. ചിന്തയുടെ കൂട്ടത്തിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. മനസ്സെന്ന് പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല, കുറെ വിചാരങ്ങളാണ് മനസ്സ്. വിചാരം, വികാരം, ഇതൊക്കെയാണ് മനസ്സ്. ഭാവന, സ്മൃതി. ഈ മനസ്സ് നിരന്തര ഭഗവത് ധ്യാനം കൊണ്ടും ജപം കൊണ്ടും നേർത്ത് 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 വരും. നേർത്ത് നേർത്ത് വന്ന മനസ്സ് ക്രമേണ ആത്മാവിനെ മണക്കും. ഉള്ളിലുള്ള ആത്മാവിന്റെ മണം, ഗന്ധം. പ്രഹ്ലാദൻ അങ്ങനെ തന്നെ പറയുന്നു, ഗന്ധമിവ അതിസൂക്ഷ്മം. പുഷ്പത്തിന്റെ ഗന്ധത്തിനെ മണത്തുവരുന്ന വണ്ടുപോലെ പുറമേക്ക് അലഞ്ഞു നടക്കുന്ന ചിത്തവൃത്തികളാവുന്ന വണ്ടുകൾ ക്രമേണ ഹൃദയത്തിലുള്ള പുഷ്പം, ആത്മാവാകുന്ന പുഷ്പത്തിന്റെ സുഗന്ധം കണ്ട് അങ്ങോട്ട് വരാൻ തുടങ്ങും. പുറത്തേക്ക് പോകുന്ന ചിത്തവൃത്തികൾ ഓരോന്നായി തനിയെ വന്ന് ഹൃദയത്തിൽ വന്ന് ഇരുന്ന് രമിക്കും. ആ ഹൃദയസ്ഥാനത്തിൽ രമിച്ച് മനസ്സ് തന്നെ അടങ്ങി അനന്തമായ ആത്മബോധം, വിമലപ്രബോധ പദവിയും, ആത്മബോധം അവിടെ ഉണ്ടാവും, ആത്മപ്രകാശം ഉണ്ടാവും. ഭട്ടതിരി പറയണു, ഗുരുവായൂരപ്പ ഈ മനസ്സ് പറഞ്ഞാ കേൾക്കണില്ലല്ലോ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപി അനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരുദയാം. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഗതക്ലിഷ്ടം കഷ്ടം. അനേകവിധ രോഗങ്ങൾ കൊണ്ട് ക്ലേശിപ്പിക്കപ്പെടുന്ന ഈ ശരീരം, അതോടുകൂടെ ഈ മനസ്സ്. ഭട്ടതിരിക്ക് അങ്ങനെ നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലേ. ശരീരത്തിന്റെ വ്യാധിയായാലും ശരി, മാനസികമായ വ്യാധികളായാലും ഒക്കെ തുല്യം. ആ മനസ്സ് പറഞ്ഞാ കേൾക്കണില്ല. തവ ചരണസേവാരസഭരേപി അനാസക്തം
ചിത്തം. ഭഗവാനെ എത്രയൊക്കെ കേട്ടാലും അറിഞ്ഞാലും ഭജിക്കണം തോന്നണില്ലല്ലോ, ധ്യാനിക്കണം തോന്നണില്ലല്ലോ, ജപം ചെയ്യണമെന്ന് തോന്നണില്ലല്ലോ. അതിനു മാത്രം ഈ മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല. ഭവത് പാദാംഭോജസ്മരണ വിരുചോ സ്മരണരസിക. ഭഗവാനെ കുരു ദയാം, അങ്ങയുടെ ദയയില്ലെങ്കിൽ ഈ ഭക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് കരയാം. കരഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കാം എന്നാണ്. വേറെ ഒരു സാധന കൊണ്ടും പ്രാപിച്ചിട്ടില്ലെങ്കിലും ഭഗവാനോട് കരയാം. ലോകത്തിൽ വേറെ എന്തിനൊക്കെയോ വേണ്ടി കരയുന്നുണ്ട്, ഇതിനു വേണ്ടി കരയണവരാരെയും കാണാനില്ല. വേറെ പലതിനും വേണ്ടി ഭഗവാനോട് കരയണുണ്ട്, ഭഗവാനെ വേണം എന്ന് പറഞ്ഞ് കരയണവരാരെയും കാണാനില്ല. വേണം എന്ന് പറഞ്ഞ് കരഞ്ഞാൽ കിട്ടും. കരഞ്ഞവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ കുരുദയാം, അത് ദുഃഖമാണ്. ഭഗവാനെ ദയ ചെയ്ത് ഭക്തിയെ തരിക. ഭഗവാനെ വേണമെന്ന് പോലും ചോദിച്ചില്ല, ഭക്തി. ഭവത് പാദംബോജസ്മരണരസികോ നാമനിഹവാൻ. ഭഗവാന്റെ പാദത്തിൽ രമിച്ചുകൊണ്ട് ഏതെങ്കിലും ഏകാന്ത സ്ഥാനത്തിൽ ഇരുന്ന് നാമങ്ങളെ അങ്ങനെ സങ്കീർത്തനം ചെയ്തുകൊണ്ട് അഥവാ നാമജപം ചെയ്തുകൊണ്ട് ഞാൻ വസിക്കണമോ? ഏകാന്തത്തിലിരുന്ന് അങ്ങനെ എങ്ങനെയെങ്കിലും വസിക്കണോ? പാദഭജനം ചെയ്യണോ? നീ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഭക്തി കിട്ടുമോ? കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘപ്രശമനദശാ നാമ കിയതി ന കേ ലോകേസ്മിൻ അനിശമഭി ശോകാഭിരഹിതാം ഭവദ്ഭക്താ മുക്താം സുഖഗതിം അസക്താ വിതദതേ. കൃപാതേ ജാതാ ചേത്. ഭഗവാന്റെ കൃപ ഉണ്ടായാൽ കിട്ടാത്തത് എന്താ ഉള്ളത്? എന്ത് തന്നെ കിട്ടില്ല, എന്ത് തന്നെ ലഭിക്കില്ല. എന്തും ഭഗവത് കൃപ ഉണ്ടെങ്കിൽ ലഭിക്കും, ചേർന്നു വരും, യോജിച്ചു വരും. കിമിവ നഹി ലഭ്യം തനുഭൃതാം. ശരീരമുള്ളവന്, മനുഷ്യ ശരീരമുള്ളവന് ഭഗവത് കൃപ കൂടെ നടക്കുന്നുണ്ട്. ഇവന് ശ്രദ്ധയുണ്ടായാൽ മതി, കൃപയുണ്ട് ഇവിടെ. ഭാഗവതത്തിൽ ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു, ശരീരമാകുന്ന തോണി, സംസാര സമുദ്രം എന്ന് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട. ശരീരമാകുന്ന തോണി, അതിൽ ഗുരുവാകുന്ന കർണധാരൻ, തോണി ഓട്ടിക്കുന്ന ആള്, അതില് ഭഗവാന്റെ കൃപയാവുന്ന കാറ്റ് അടിക്കുന്നുണ്ട്. ഇനി താൻ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ശ്രദ്ധയാവുന്ന പായ പൊക്കിക്കെട്ടണം. ബാക്കിയൊക്കെ തയ്യാറായിട്ട് നിൽക്കണം. എല്ലാം ഇലക്ട്രിസിറ്റി ഒന്നും നമ്മൾ ഉണ്ടാക്കണ്ട. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ ജനറേറ്റർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കൊണ്ടുവന്നു കഴിഞ്ഞു. അവിടെ നിന്ന് ഇവിടെ കണക്ഷൻ എടുക്കണ്ട, കണക്ഷൻ എടുത്തു കഴിഞ്ഞു. ഫാനോ ലൈറ്റോ ബൾബോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഒരേ ഒരു കാര്യം, സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യണോ, അത്രേ ഉള്ളൂ. അത് ചെയ്തിട്ടില്ലെങ്കിൽ 99% പണി കഴിഞ്ഞാലും ലൈറ്റ് വരില്ല, കാറ്റും വരില്ല. അതേപോലെ എല്ലാം ഉണ്ട്. ഇനി ശ്രദ്ധയാവുന്ന പായ മാത്രം ഒന്ന് പൊക്കിക്കെട്ടണം. ശ്രദ്ധയാവുന്ന പായ ഒന്ന് പൊക്കിക്കെട്ടിയാൽ സംസാര സമുദ്രത്തിനെ എളുപ്പത്തിൽ തരണം ചെയ്യാം. അതാണ് കിമിവ നഹി ലഭ്യം തനുഭൃതാം. എന്റെ ഈ ദുഃഖമൊക്കെ ശമിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേക്ക് എത്ര ലളിതം, എത്ര നിസ്സാരം. അങ്ങയുടെ ഭക്തന്മാർ എത്ര പേര് പരമസുഖമായിട്ട് ഈ സംസാര സമുദ്രത്തിനെ കടന്ന് ജീവൻ മുക്താവസ്ഥയെ തന്നെ പ്രാപിച്ചിരിക്കുന്നു, മുക്തിയെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചെറിയ രോഗം, ഈ കൊച്ചു വ്യാധിയൊക്കെ മാറ്റുക എന്ന് പറയുന്നത് എത്ര ലളിതം. അതുകൊണ്ട് ഭഗവാനെ ഇത് മാറ്റി എനിക്ക് പരമമായ ഭക്തിയെ തരിക, ഭഗവത് അനുഭൂതിയെ തരാണ്. രാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെ കരയോത്രേ ദേവിയുടെ അടുത്ത്. ചിലപ്പോ ദക്ഷിണേശ്വരത്ത്
ഭൂമിയിൽ കിടന്ന് ഉരുളും എന്നാണ്. അമ്മ എനിക്ക് ദർശനം തരില്ലേ? മുമ്പുള്ള അനേകം ഭക്തന്മാരുടെ പേരൊക്കെ പറഞ്ഞു കരയും. രാമപ്രസാദ് എന്ന് പറയുന്ന ഭക്തന് അമ്മയുടെ ദർശനം കിട്ടിയിട്ടുണ്ടെന്ന് പറയണമല്ലോ, എനിക്കെന്താ കിട്ടാത്തത്? ഇങ്ങനെ അതേപോലെ ആ ഭക്തിക്ക് വേണ്ടി കരയാണ്. ഭക്തി എന്ന് വെച്ചാല് ചിത്തം ശുദ്ധമാവുമ്പോ ഏർപ്പെടുന്ന അനുഭൂതിയാണ്. അതിന് ഏകാന്തത്തിൽ ഇരുന്ന് നാമജപം, ഭജന, ശ്രവണം ഇതൊക്കെ ചെയ്യുമ്പോ ക്രമേണ ഹൃദയത്തിൽ ആ ഭക്തി ഉണ്ടാവും. നാരദൻ മുതലായിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ള ഭക്തിയെ പ്രാപിച്ചിട്ടുള്ളവരാണ്. ആ ഭക്തിയെ പ്രാപിച്ച് ക്രമേണ ആനന്ദമായി ബ്രഹ്മാനുഭവം നേടി സർവചരാചരങ്ങളെയും ബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ട് സഞ്ചരിച്ചവരാണ്. മുനി പ്രൗഢാരൂഢാഹ ജഗതി ഖലു ഗൂഢാത്മകതയഃ ഭവത് പാദാംബോജ സ്മരണവിരുജോ നാരദമുഖാഹ ചരന്തി ഈശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാഹ കിമപരം. അദ്വൈതാനന്ദാനുഭവത്തിൽ രമിച്ചുകൊണ്ട് സകല ബന്ധവിമുക്തന്മാരായി സഞ്ചരിച്ചവരാണ്. അവരെ പോലെ എനിക്കും ഭക്തി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശരീരത്തിന്റെ പരിപൂർണമായ ആരോഗ്യത്തിനും ഭക്തിസാധനങ്ങൾ അനുഷ്ഠിക്കാനുള്ള ശക്തി തരാൻ വേണ്ടിയിട്ടും ഭഗവാനോട് പറയാണ്, വിദൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധോ ഭവന്മൂർത്യാലോകേ നയനം അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ഭാഗവതത്തില് നളകൂപര മണിഗ്രീവന്മാർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ രൂപമാണിത്. ഇതേപോലെ അനേകം പ്രാർത്ഥനകൾ ഭാഗവതത്തിൽ പല സ്ഥലത്തുമായിട്ട് വരുന്നുണ്ട്. ശരീരത്തിന്റെ എല്ലാ ചേഷ്ടകളെയും ഭഗവന്മയമാക്കി തീർക്കുക. നമുക്ക് മനസ്സിനെ അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ശരീരത്തിനെ ആദ്യം ഭഗവാൻ അർപ്പിക്കാം. ശരീരത്തിനെ അർപ്പിച്ചാൽ പ്രദക്ഷിണം, നമസ്കാരം, പൂജ ഇങ്ങനെ ശരീരത്തിനെ എൻഗേജ് ചെയ്ത് വെക്കാം ഭഗവത് ഭക്തിയിൽ. അപ്പൊ അതിനുള്ള അനുഗ്രഹം ചെയ്യൂ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഈ ശരീരം നടക്കാൻ വയ്യാതെ വ്യാധി പിടിച്ചിരുന്നാൽ ഞാൻ എങ്ങനെ പ്രദക്ഷിണം ചെയ്യും? വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം. എന്റെ ഈ രണ്ട് കാലുകളും ഉണ്ടല്ലോ, അത് രസത്തോടുകൂടെ ഗുരുവായൂർ വന്ന് ഭവക്ഷേത്രപ്രാപ്തവും അവിടെ അമ്പലത്തിൽ വരണം, പ്രദക്ഷിണം വെക്കണം. കാൽ അതിനു വേണ്ടിയിട്ടാണ്. തീർത്ഥയാത്ര ചെയ്യണം. സുഖമായിട്ട് നല്ല ബസ്സിൽ പോയിട്ട് വരണു. നമ്മളിപ്പോ നടന്ന് തീർത്ഥയാത്ര ചെയ്യണം എന്നാണ് പറ്റുമെങ്കിൽ. തീർത്ഥയാത്രയ്ക്ക് അങ്ങനെ പോവാ, നടന്ന് പോവാ. ഒന്ന് നടന്നു പോയാൽ പല സൂക്കേടുകളും മാറും. ആയുർവേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രേ. ഡയബറ്റീസിന് നല്ല തീവ്രമായ പ്രമേഹമാണെങ്കിൽ ഒന്നിലൊരു കുളം കുത്തണം, അല്ലെങ്കിൽ കാശിക്ക് പോയിട്ട് വരണം. കാശിക്ക് ട്രെയിനിലല്ല, നടന്നിട്ട്. നടക്കാൻ വിരോധമുള്ള ആൾക്ക് അത്രേ പ്രമേഹം വരണത്. നടക്കാൻ വിരോധമുള്ള ആൾക്ക് എന്താ ഗൃദ്രും അഭ്യവഹാരേഷു പദചംക്രമണ ദ്വിഷം പ്രമേഹ ക്ഷിപ്രമായാതി നീടദ്രുമമിവാണ്ടജം. നടക്കാനൊരു വെറുപ്പ്. അപ്പോ നടക്കാനാണ്. അതായത് തീർത്ഥയാത്രകള്, പ്രദക്ഷിണം ഒക്കെ നടന്ന്, ചിലപ്പോ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ധ്യാനം നടക്കുമ്പോ കിട്ടും. ഇരുന്ന് ജപിക്കുമ്പോ ഉറക്കം വന്നാൽ നടന്ന് ജപിക്കാം, പ്രദക്ഷിണം ചെയ്ത് ജപിക്കാം. അമ്പലത്തിൽ പോയിട്ട് നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ വന്നാൽ ഒരു 108 പ്രദക്ഷിണം. പ്രദക്ഷിണം കഴിയുമ്പോഴേക്കും 1 മണിക്കൂറാവും. നാമം ഏതെങ്കിലുമൊക്കെ ജപിച്ചുകൊണ്ട് 108 പ്രദക്ഷിണം. അങ്ങനെ ചെയ്താൽ കുറച്ച് ദിവസം പ്രദക്ഷിണം ചെയ്യാം. അപ്പൊ കുറെ സമയം, ആ സമയത്ത് വേറെ ഒന്നും ചെയ്യില്ല, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പ്രവേശിക്കില്ല, ജപം നടക്കും. ഇരിക്കുമ്പോഴാണ് ചിലപ്പോൾ ഉറക്കം വരിക. അതൊക്കെ ഒരു പ്രദക്ഷിണം എന്നും വ്രതമെടുക്കാം. ഇതൊക്കെ വ്രതമാണ്.
ഈ ഭക്തി എന്നൊരു വ്രതം. ഏവം വ്രതസ്വപ്രിയനാമകീർത്യ എന്ന് ഭാഗവതം പറയും. ഭക്തി സാധനങ്ങളൊക്കെ വ്രതമായിട്ട് എടുക്കണം. ജപം, ഇത്ര ജപം ചെയ്യുന്നൊരു വ്രതം. ഭാഗവതം ഇത്ര അധ്യായങ്ങൾ വായിക്കുന്നൊരു വ്രതം. ഭഗവാനെ പൂജിക്കാവുന്നൊരു വ്രതം. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ മഴ വീണ പോലെ ആവരുത്. എപ്പോഴെങ്കിലും പെയ്താ പെയ്തു, ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയുള്ളപ്പോ ഒരു ദിവസം ജപിക്കണം തോന്നിയപ്പോ ജപിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ശരിയാവില്ല. അപ്പോ സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസത്തെ. ഭഗവത്ഗീതയിലെ 9ാം അധ്യായത്തിൽ ഭഗവാൻ ഇതിനെ ദൃഢവ്രതാഃ എന്ന് പറഞ്ഞു. ദൃഢമായ വ്രതം. അവരുടെ ഭക്തി സാധനങ്ങൾക്കൊന്നും യാതൊരു കുറവില്ല, വിട്ടുപോകില്ല അവര്. ആ സമയമായ പെടയും, ഈ സമയമായ അത് ചെയ്താവണം എന്ന്. അങ്ങനെയൊക്കെ ആരംഭത്തിലുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെ വേണം എന്നാണ്. അപ്പൊ അതിന് പറ്റാതെ ആവില്ല. വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ ഈശ്വരൻ തന്നെ ആ ശരീരത്തിന് രോഗങ്ങളൊന്നും വരുത്തില്ല. കഴിയുന്നത് പ്രാരബ്ധ രോഗങ്ങൾ വേണമെങ്കിൽ അവസാനം വരുമായിരിക്കും, അനാവശ്യമായ രോഗങ്ങൾ പോലും വരില്ല. അപ്പൊ ഭഗവാൻ നമ്മളെ ഈ ശരീരത്തിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കണമോ അത് ചെയ്തുകൊണ്ടിരുന്നാൽ വ്യാധികൾ പോലും വരില്ല. അത് ചെയ്യാൻ വിരോധം ഉണ്ടാവുമ്പോ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോഴാണ് വ്യാധികൾ പലതും ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സിലും പ്രത്യക്ഷപ്പെടുന്നത്, ശരീരത്തിലും മനസ്സിലും. അപ്പോ ഭക്തന്മാർക്ക് ഒന്നാണ് കൈങ്കര്യം. പ്രദക്ഷിണം വയ്ക്കുക, ശരീരം കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുക, അതുപോലെ കൈങ്കര്യം. ഈ ശിവഭക്തന്മാരിൽ തിരുനാവുക്കരശ സ്വാമികൾ, അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു കുന്താലി പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയാൽ എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഈ കൈങ്കര്യം ചെയ്യണം. അവസാനമാവുമ്പോഴും അദ്ദേഹം അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമാധി ദിവസം പോലും ആ പണി ചെയ്തിട്ടുണ്ട്. ആ കൂന്താലിയും കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും. അമ്പലത്തിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ അവിടെ വൃത്തിയാക്കാം. അത് ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കൈങ്കര്യം, ശരീരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭഗവാന് ചെയ്യാം, അർപ്പിക്കാം, ദാസ്യവൃത്തി. അപ്പൊ പ്രദക്ഷിണം, കാലുകൊണ്ട് ഭഗവാനെ ദിവ്യക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം ചെയ്യണം, കൈകൊണ്ട് ഭഗവാനെ പൂജിക്കുക. കരമപിച്ചത്തെ പൂജനവിധോ. അങ്ങനെ പൂജ ചെയ്യുന്ന കൈ കണ്ടാൽ കൈയോട് ബഹുമാനം തോന്നും അത്രേ. അയം മേഹസ്ഥോ ഭഗവാൻ എന്ന് വേദം തന്നെ പറയണം. ഈ കൈ തന്നെ ഭഗവാനാണെന്ന് തോന്നുന്നതാണ്. അയം മേ ഭഗവത്തര. ഭഗവാന് മേലെ. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ പുഷ്പം ഇടുന്നത്. അഭിഷേകം ചെയ്യുമ്പോ ഇങ്ങനെയാണ്. ഭഗവത്തര, ഭഗവാന് മേലേനാണ്. ആ ഹസ്തം കൊണ്ട് ഭഗവാന് പൂജിക്കണു. കരമപിച്ചത്തെ പൂജനവിധവും ഭവൻ മൂർത്തിയാലോകേ നയനം. കണ്ണുകൊണ്ട് ഭഗവാന്റെ ദിവ്യമൂർത്തിയെ കാണണം, വേണ്ടാത്തത് കാണരുത്. കണ്ണുകൊണ്ട് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ കണ്ണിറയെ കാണണം. പ്രത്യേകിച്ച് പ്രഭാത സമയത്തില് ക്ഷേത്ര ദർശനം ചെയ്യണം. ഭഗവാന്റെ ദിവ്യമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന നിർമാല്യം എന്ന് പറയണു അല്ലെ. നമ്മളുടെ ഉള്ളിലുള്ളതാണ് നിർമാല്യം, അവിടെയല്ല. നമ്മളുടെ ഉള്ളിലുള്ള മലത്തിനെ കളയലാണ് നിർമാല്യം. അത് പുറമേക്ക് കാണുന്നു അത്രേ ഉള്ളൂ. ഉള്ളിൽ അനേകം മലങ്ങളുണ്ട്. മായയുടെ മലമാണ് രാഗം, ദ്വേഷം, കാമം, ക്രോധം ഒക്കെ. അതേപോലെ പ്രാരബ്ധ കർമ്മത്തിന്റെ മലം, അതേപോലെ അഹങ്കാരം എന്നുള്ള മലം. ഈ 3 മലങ്ങളാണ് മുഖ്യം. മായാമലം, കർമ്മമലം, അഹങ്കാരം കൊണ്ടുള്ള മലം. ഈ മലത്രയം ഉള്ളിന്ന് നീക്കണതാണ് യഥാർത്ഥ നിർമാല്യം, ചിത്തശുദ്ധി. അപ്പൊ ആ ചിത്തശുദ്ധിക്ക് പ്രഭാതത്തിൽ തന്നെ ഭഗവാന്റെ ദിവ്യക്ഷേത്രത്തിൽ ചെന്ന് ദർശിക്കാം. ഭവന്മൂർത്യാലോകേ നയനം അഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം. മൂക്ക് എന്തിനാണെന്ന് വെച്ചാൽ സെന്റ് അടിച്ചിട്ട് മണക്കാനല്ല. ചിലർക്ക് അങ്ങനെ ഒരു പൂതിയുണ്ട്. എത്ര വയസ്സായതൊക്കെ അടിച്ചിട്ട് വരും സത്സംഗത്തിൽ വരുമ്പോ പോലും. എന്നിട്ടത് അതും ചേർന്ന് നാറും. അപ്പോ പാദതുളസി പരിഘ്രാണേ. മണക്കുകയാണെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ വീണ തുളസി എടുത്ത് മണക്ക. പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. ചെവി എന്തിനാണെന്ന് വെച്ചാൽ ഭഗവത് കഥകളെ കേൾക്കാനായിട്ട്.
ചെവി കുളിരെ കഥകൾ കേൾക്കണം. ചെവിക്ക് ആനന്ദം ഏർപ്പെടുക. ഈ രണ്ട് ചെവികൾ ഭഗവാൻ തന്നിരിക്കണം. ആ ചെവികളിലൂടെ ശരീരത്തിൽ മുഴുവൻ ആയിട്ട് 101 നാഡികളുണ്ട്. അതിൽ ഒരു മുഖ്യമായ നാഡി ഈ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണമെന്നാണ്. ആ നാഡി അടഞ്ഞു കിടക്കുകയാണ്. ലൗകിക വർത്തമാനങ്ങൾ കേൾക്കുന്തോറും ഈ നാഡി അടഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം വിഷയവാസനകളെ കേട്ട് 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 ലോകവർത്തമാനം പറഞ്ഞ് ഈ അമൃതനാഡി ശരിക്കും അടയും. അത് സത്സംഗം കൊണ്ടും നാമസങ്കീർത്തനം കൊണ്ടും ഭഗവത് കഥകൾ കൊണ്ടും ശുദ്ധമായ വിഷയങ്ങളെ കേട്ട് കഴിയുമ്പോ ഈ നാഡി തുറക്കും, ചെവിയിലുള്ള ഈ നാഡി. അപ്പൊ ഈ ഭഗവത് കഥകള് യഹ് കർണനാഡീം പുരുഷസ്യ യാതഃ, കർണത്തിലുള്ള ഈ നാഡിയിലേക്ക് ഭഗവത് കഥകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നാഡി കുറെ കഴിയുമ്പോ ക്രമേണ തുറക്കുമ്പോ ഭവപ്രദാം ഗേഹരതിം ചിനത്തി, സംസാരത്തിലേക്ക് പിടിച്ച് തള്ളിവിടുന്ന ഈ ലോകത്തിലുള്ള ആസക്തിയെ അത് വേരോടെ അറുത്ത് കളയും. ഈ കർണത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകുന്ന കർണനാഡി, ആത്മനാഡി തുറക്കപ്പെടും ഭഗവത് കഥകൾ കേട്ട് കേട്ട് കേട്ട്. അപ്പൊ ഇങ്ങനെ ശരീരത്തിന് മുഴുവൻ ചെവി കൊണ്ട് ഭഗവത് കഥകളെ കേൾക്കാം. മനസ്തേ പാദാബ്ജേ നിവസതു വചസ്തോത്ര പണിതൗ കരൗ ചഭ്യർച്ചായാം ശ്രുതിരപി കഥാകർണന വിധൗ തവ ധ്യാനേ ബുദ്ധിഃ നയനയുഗളം മൂർത്തി വിഭവേ പരഗ്രന്ഥാൻ കൈർവാം പരമശിവജാനേ പരമതഃ. ശിവാനന്ദ ലഹരിയില് ഇതേപോലെ ശ്ലോകം. മനസ്തേ പാദാബ്ജേ നിവസതു, മനസ്സ് അവിടുത്തെ പാദാരവിന്ദത്തിൽ രമിക്കട്ടെ, വാക്കുകൊണ്ട് അവിടുത്തെ സ്തുതിക്കട്ടെ. എല്ലാം വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർണഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഭാഗവതത്തില് എല്ലായിടത്തും ഭക്തന്മാർ ഒരേപോലെ പ്രാർത്ഥിക്കണം. എന്താന്ന് വെച്ചാൽ എല്ലാവരും മനസ്സിലാക്കണം, ഒരു ഘട്ടം കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മളെ ചതിക്കണം. അതിന് ഭഗവാന് കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ശരീരം എന്തിനു കൊള്ളും? സ്വഭോജനം, നായ്ക്കൾക്കുള്ള ആഹാരമാണത്രേ. ഭാഗവതത്തില് കശ്യപ പ്രജാപതി പറയുന്നുണ്ട്, ദിതിയോട് പറയണു. സന്ധ്യാസമയത്ത് ദിതിക്ക് വേണ്ടാത്ത ബുദ്ധി തോന്നിയപ്പോ കശ്യപ പ്രജാപതി പറഞ്ഞു ദിതിയോട്, ദാ നോക്കുക, അതാ പോണത് കണ്ടില്ലേ, ആരാ പോണത്? ഋഷഭാരൂഢനായിട്ട് മേലെ മുഴുവൻ ശ്മശാനത്തിലുള്ള ഭൂതി പൂശി ആനയുടെ തോല് കൊടുത്ത് ഉടുക്കും കൊട്ടി ഭൂതഗണങ്ങളുടെ കൂടെ അതാ പോണു ഒരാള്, ഉന്മാദം പിടിച്ച ആള്, ഒരു ഭ്രാന്തൻ. ഭ്രാന്തനോ? സാക്ഷാത് ശ്രീപരമേശ്വരനല്ലേ പോണത്? അതെ, ഉന്മാദനാഥൻ, ഉന്മത്തശേഖരൻ എന്നാണ് ഭഗവാന് പേര്. കുറെ ലോകത്തിൽ എവിടെയൊക്കെ ഭ്രാന്തന്മാരുണ്ടോ അവരെയൊക്കെ പിടിച്ച് തന്റെ കൂട്ടത്തിൽ ചേർക്കുമത്രേ അദ്ദേഹം. ഭക്തന്മാരൊക്കെ ഭ്രാന്തന്മാരാണ്, അവരെയൊക്കെ പിടിച്ച് കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആള് ദാ പോണു. അദ്ദേഹം എന്തിനാ ഈ ശ്മശാനത്തിൽ ഭൂതിയൊക്കെ പൂശി? സുന്ദരമായ ശരീരമാണ്, സ്വർണവർണ്ണത്തിലുള്ള ശരീരം. തപ്തഹേമ നികായാഭം എന്നാണ് ഭാഗവതത്തില്. ഈ പ്രജേതസ്സുകൾക്ക് രുദ്രൻ ദർശനം കൊടുക്കുമ്പോ ശിവന്റെ രൂപത്തിനെ ചിലയിടത്തൊക്കെ നീല നിറത്തിൽ ശിവനെ വരച്ചു വെച്ചിട്ടുണ്ട്. ശിവന്റെ വർണ്ണം സ്വർണ്ണ നിറം, കാച്ചിയെടുത്ത തങ്കം പോലെ മിന്നുന്ന മേനി. ആ ശരീരത്തിലെ ശ്മശാനത്തിലെ ഭൂതിയും പൂശി ആനയുടെ തോലും ചുറ്റി ഒക്കെ മറച്ചു വെച്ചിട്ട് ശരീരത്തിന് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ വിപരീത ഭാവത്തോടുകൂടെ നടക്കണമല്ലോ. എന്താ എന്ന് വെച്ച് ദിതി ചോദിക്കുമ്പോ കശ്യപ പ്രജാപതി പറയാണ്, നമ്മളെ കണ്ട് ഭഗവാൻ പരിഹസിക്കുകയാണ്. നമ്മളെ പരിഹസിക്കുകയാണ്. എന്തിനാ പരിഹസിക്കണം? നീ കണ്ടില്ലേ ഇതാ ഈ ശരീരത്തിനോടുള്ള അഭിമാനം, ശരീരത്തിനോടുള്ള ആസക്തി, വേണ്ടാത്തരം തോന്നണത് കണ്ടില്ലേ? ഈ ശരീരം എന്താണെന്നറിയോ? ഇത് ശാശ്വതമായ വസ്തുവല്ല, ഇത് ഡോഗ് ഫുഡാണ്. സ്വഭോജനം, നായക്കുള്ള ആഹാരം. നായ നാളെ കടിച്ചു വലിക്കാൻ പോണു, എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ടാ കടിച്ചു വലിക്കണ ഈ ശരീരം ആത്മതയോപലാളിതം. ഇതിനെ ആത്മാവെന്ന് കരുതുന്നതിനേക്കാളും വിഡ്ഢിത്തം എന്തുണ്ട്? ഒരു സുഭാഷിതത്തിൽ പറഞ്ഞു, നായയുടെ ആഹാരം എന്ന് പോലും പറയാൻ പാടില്ല അത്രേ. നായകൾ പോലും കടിക്കില്ല എന്നാണ്.
എന്താന്ന് വെച്ചാൽ ഒരിടത്ത് കിടന്നു ഈ ശരീരമേ. ഒരാള് വലിയ പണക്കാരൻ അറുപ്പിശുക്കൻ കാട്ടിലൂടെ പോവുകയാണ്. പോകുമ്പോ കുറെ കുറുക്കന്മാര് വരണം. അപ്പൊ ഇയാളെന്ത് വിചാരിച്ചു, ഏതോ കഥയിൽ കേട്ടിട്ടുണ്ട് ജഡം പോലെ കിടന്നാൽ കുറുക്കന്മാര് കടിക്കില്ല എന്നാണ്. അപ്പൊ കൈയും കാലും ഒക്കെ നിവർത്തി പിടിച്ച് ജഡം പോലെ കിടന്നു. കുറുക്കന്മാരും തള്ളക്കുറുക്കനും അടുത്ത് വന്നു നിന്നു. അപ്പൊ ഈ തള്ളക്കുറുക്കനോട് കുറുക്കക്കുട്ടികളൊക്കെ ചോദിച്ചു, അമ്മയെ കടിച്ചോട്ടെ. ഓരോ ഭാഗമായിട്ട് ചോദിക്കുകയാണ്. നല്ല കൈയുണ്ട്, നല്ല വണ്ണത്തിലുള്ള കൈ, തിന്നിട്ട് കൊഴുത്തിരിക്കുകയാണ്. കയ്യിൽ കടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അമ്മ കുറുക്കൻ പറഞ്ഞു, തൊട്ടുപോകരുത്, ആ കൈ കടിച്ചാൽ നമുക്ക് മഹാ അപകടമാണ്. ഹസ്തൗ ദാനവിവർജിതൗ, ആ കൈ കൊണ്ട് ഒരിക്കലും ഒരാൾക്കും ഒന്നും കൊടുത്തിട്ടില്ല. എച്ചില് കൈ കൊണ്ട് കാക്കയെ പോലും ഓടിക്കില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. ഒരു വെറ്റ് അങ്ങോട്ട് പറന്നുപോയാലേ വീണ കാക്ക കൊണ്ടുപോകൂലേ. ഹസ്തൗ ദാനവിവർജിതൗ. ചെവിയുടെ അടുത്ത് നിൽക്കണ കുറുക്കൻ ചോദിച്ചു, അമ്മേ ചെവി കടിച്ചോട്ടെ. വേണ്ട വേണ്ട, സരസ്വതീ ദേവിക്ക് ഇത്ര കണ്ട് ദ്രോഹം ചെയ്തിട്ടുള്ള വേറെ ഒരു സാധനമില്ല. ശ്രുതിപുട്ടവും സാരസ്വതദ്രോഹിണവും, നല്ല വിഷയങ്ങളൊന്നും കേട്ടിട്ടില്ല, ഭഗവത് കഥകളൊന്നും കേട്ടിട്ടില്ല. ശ്രുതിപുട്ടവും സാരസ്വതദ്രോഹിണവും. കണ്ണ് കടിച്ചോട്ടെ, അയാൾ കഥയേ ഉള്ളൂ, കണ്ണുകടി. നേത്രേ സജ്ജനലോകനേനരഹിതേ, ഈ കണ്ണുകൊണ്ട് സജ്ജനങ്ങളെ കണ്ടിട്ടേയില്ല. കാല്, ഇടുപ്പിന് ചുവട്ടിൽ നല്ല വണ്ണം, തൊടയും മുട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വണ്ണം കൂടി കിടക്കണു കാല്, രണ്ട് കാലുകൾ കടിച്ചോട്ടെ. പാദൗന തീർത്ഥം ഗതവും, ഒരു തീർത്ഥക്ഷേത്രത്തിലേക്കും പോയിട്ടില്ല ഈ കാല്, കടിക്കരുത്. പിന്നെയാണ് മുഖ്യമായ അംഗം വയറ്, നല്ല കുടവയറുണ്ട്, കടിച്ചോട്ടെ എന്ന് ചോദിച്ചു കുറുക്കൻ. അയ്യോ അടുത്തുകൂടെ പോകരുത്, മഹാപാപം. അന്യായാർജിത വിത്തപൂർണമുദരം, അന്യായമായി ആർജിച്ച് നിറച്ചു വെച്ചതാണ് ഈ വയറ്. ഗർവേണ തുങ്കം ശിരഹ, അഹങ്കാരം കൊണ്ട് പൊന്തിയ ശിരസ്. രേ രേ ജംബുക മുഞ്ച മുഞ്ച സഹസ നീചം സുനിന്ദ്യം വപുഹു, നിന്ദ്യമായി ശരീരത്തിനെ വിട്ടുകളയാ, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു അത്രേ. കുറുക്കന്മാര് പോലും വിട്ടിട്ട് പോയി എന്നാണ്, ഉപേക്ഷിച്ചിട്ട് പോയി, വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഈ ശരീരം ഭഗവാന് അർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തിനു കൊള്ളും? അതുകൊണ്ട് ഈ ശരീരത്തിന് കാല് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണം, കൈകൊണ്ട് പൂജിക്കണം. ഭവൻമൂർത്തിയാലോകേ നയനം, കണ്ണുകൊണ്ട് ഭഗവാന്റെ ദിവ്യമൂർത്തിയെ കാണണം. കാണുമ്പോ അക്ഷണ്വതാം ഫലമിതം, ഈ കണ്ണിന് ഒരേ ഒരു പ്രയോജനം, ഭഗവാന്റെ ദിവ്യരൂപം കാണുക. പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. പക്ഷെ എനിക്കിതൊന്നും പറ്റണില്ലല്ലോ എന്നാണ് ഭട്ടതിരിയുടെ ദുഃഖം. പ്രഭൂതാദിവ്യാദി പ്രസവചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമരസ ചിദ്രൂപമുദിയാത് ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹു ഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ മരുദ്ഗേഹാദീശത്വൈ ഖലു പരാഞ്ചോപി സുഖിനഃ. അസൂയാണേ, നമ്മളെപ്പോലെ തന്നെ പറയണു. ഭട്ടതിരി പറയണു, ഗുരുവായൂരപ്പ വേണ്ടാത്തരം, ഗുരുവായൂരപ്പ അത് അവരൊക്കെ കണ്ടില്ലേ എത്ര സുഖമായിട്ടിരിക്കണു, ഒരിക്കൽ പോലും അമ്പലത്തിലേക്ക് വരണില്ല, നാമം ജപിക്കണില്ല. നമ്മൾ വർത്തമാനം പറയണ പോലെ തന്നെ ഭഗവാനോട് പറയാണ്. പരാഞ്ചഹ, അങ്ങേ തിരിഞ്ഞു നോക്കണില്ല, അമ്പലത്തിലേക്ക് വരണില്ല, ഭഗവാനെ ജപിക്കണില്ല, സങ്കീർത്തനം ചെയ്യണില്ല, എന്നിട്ടോ ദാ തടിച്ചു കൊഴുത്ത ആരോഗ്യത്തോടെ സൗഖ്യമായിട്ടിരിക്കണം. പരാഞ്ചോപി സുഖിനഃ ഭവത് സ്നേഹീ സോഹം, ഞാനോ അവിടുത്തെ സ്നേഹിക്കുന്ന ആള്, ഭക്തൻ. സുബഹു പരിതപ്യേ, തപിക്കണു ഇങ്ങനെ വ്യാധി വന്നിട്ട്. ഇതെങ്ങനെ ശരിയാവും? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ വ്യാധി വന്ന് കഷ്ടപ്പെട്ട് മരിച്ചു പോകും. പക്ഷെ നാളെ 4 ആളുകൾ നാമം ജപിക്കാൻ കിട്ടില്ല. എല്ലാരും പറയും, ഇതാ കണ്ടില്ലേ ആ ഭട്ടതിരി സുഖക്കേട് പിടിച്ച് ഗുരുവായൂരപ്പൻ പറഞ്ഞു, ഒരു പ്രയോജനം ഇല്ലാതെ മരിച്ചുപോയി എന്ന് പറയും. അപ്പൊ അകീർത്തിഹീതേ മാഭൂത്, അങ്ങക്ക് പേരുദൂഷ്യം വരണമെന്നുണ്ടെങ്കിൽ എന്തു വേണമെങ്കിൽ ആയിക്കോട്ടെ,
അങ്ങക്ക് പേര് ദൂഷ്യം വരണ്ട എന്നുണ്ടെങ്കിൽ വേഗം വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അകീർത്തിസ്തേ മാഭൂത് വരദ ഗദഭാരം പ്രശമയൻ ഭവത് ഭക്തോത്തംസം ഝടിതി കുരുമാം കംസമദന. കംസനെ വധിച്ച ആളല്ലേ, ഈ വ്യാധിയെ നീക്കി എന്നെ ഭക്തന്മാരുടെ ശ്രേണിയിൽ ഉത്തമനാക്കി തീർക്കണം. വ്യാധി മാറിയിട്ടില്ലെങ്കിലും ഭക്തിയുടെ രസാനുഭവത്തിൽ ശരീരത്തിനെ വിസ്മര്യാസം, ശരീരത്തിനെ മറന്നിരിക്കാനുള്ള ശക്തിയെങ്കിലും എനിക്ക് തരണം, അല്ലെങ്കിൽ വ്യാധിയെ മാറ്റിയും തരണം. പേരുദൂഷ്യം വരുത്തരുത്. നാളെ ഗുരുവായൂർക്ക് ആരും വരാതെ ആവരുത്. ഭഗവാനൊക്കെ ആളെ പിടിക്കണമെങ്കിൽ ഭക്തൻ പറയണതൊക്കെ കേട്ടോളണം എന്നാണ്. എനിക്ക് ഈ രോഗം മാറ്റി തന്ന് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടാൽ അങ്ങക്ക് പേരുദൂഷ്യം വരും. ഭഗവാൻ രമണ മഹർഷി വേറെ വിധത്തിൽ പറയുന്നുണ്ട്. ഭട്ടതിരി ഇവിടെ വ്യാധിയെക്കുറിച്ച് മഹർഷി ഈ ജീവന്റെ ഗതി സർവസംഘ പരിത്യാഗിയായി എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പരിപൂർണത്വത്തിൽ എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥ, അതായത് ആത്തൊന്ന് വിട്ടു അമ്മാത്തൊട്ട് എത്തിയൂല്ല എന്നുള്ള മട്ട്. അപ്പോ ലോകത്തിലോട്ട് പോണില്ല, പരിപൂർണമായ ആത്മാനുഭവം ഏർപ്പെട്ടുമില്ല എന്ന് നിൽക്കുമ്പോ അതിനെ ഉപമിക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കാതെ തെരുവിൽ നിർത്തിയ പോലെയാണ്. എന്നെ അഴിത്തിപ്പോതനെ കലവാവിടിൽ ഇതുവോ ആൺമൈ അരുണാചല. അഖിലം പഴിത്തിടും എന്നാണ്. ലോകം മുഴുവൻ അങ്ങേ പഴിക്കും. ഒരാളെ ഭക്തൻ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് വന്നിട്ട് ഭക്തിയുടെ പരമകാഷ്ഠയിലും എത്തിക്കാതെ പകുതിയിൽ നിർത്തിയാൽ അങ്ങേ ലോകത്തിലുള്ളവർ മുഴുവൻ പഴിക്കും. ഈ പഴിയില്ലാതാവണമെങ്കിൽ ഇപ്പഴി തപ്പ് ഉനയേൻ നിനൈപ്പിത്തായി. ഈ പഴിയിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് പരിപൂർണ അനുഭവം തരാം. അല്ലെങ്കിൽ അങ്ങ് എന്തിനെ എന്നെ കൊണ്ട് സ്മരിപ്പിച്ചു? അങ്ങയെ സ്മരിക്കാൻ വെച്ചത് അങ്ങ് തന്നെയല്ലേ. അങ്ങയുടെ സ്മരണ എന്നിൽ ഉണ്ടാക്കിയത് അങ്ങ് തന്നെയല്ലേ. ഈ സ്മരണ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്നെ പകുതിയിൽ വിട്ടാൽ അങ്ങേക്ക് പേരുദൂഷ്യം വരും. സൂക്ഷിച്ചോളാം. നാട്ടിലുള്ളവർ മുഴുവൻ അങ്ങയെ കുറ്റം പറയും. സൂക്ഷിച്ചോളാം. അകീർത്തിസ്തേമാഭൂത് വരദ ഗദഭാരം പ്രശമയൻ. എന്റെ വ്യാധി മാറ്റി ഭക്തോത്തംസം ഝടിതി കുരുമാം. ഭക്തന്മാരിൽ അലങ്കാരമായി ചൂടാമണിയാക്കി എന്നെ തീർക്കണം. എനിക്ക് ഭക്തി തരണം. എന്റെ ഹൃദയത്തിൽ അവിടുന്ന് വന്ന് ഇരിക്കണം. ഭക്തിയല്ലാതെ വേറെ വഴിയില്ല എന്നാണ്. കിമുക്തൈർഭൂയോപി തവഹി കരുണായാവതുദിയാത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ പുരക്ലിപ്തേ പാദേ വരദതപ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരചയൻ. പണ്ടൊക്കെ ഉണ്ടേ, ബ്രാഹ്മണര് കടം കൊടുത്താൽ ആർക്കെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? അത്രേ, കടം കൊടുത്ത ആള് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കഷ്ടകാലം വന്നാൽ അവരുടെ വീട്ടിന് ഉമ്മർത്ത് പോയി ഊണ് കഴിക്കാതെ ഇരിക്കും. ബ്രാഹ്മണൻ ഊണ് കഴിക്കാതെ ഇരുന്നാൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവരുടെ സകല പുണ്യവും ക്ഷയിച്ച് പോകുന്നതാണ്. അപ്പൊ ഈ പേടിച്ചിട്ട് വേഗം തിരിച്ചു കൊടുക്കും അത്രേ. അപ്പൊ അതാണ് പ്രായോപവേശം എന്ന് പറയാ. വീട്ടിൽ ചെന്നിട്ട് പ്രായോപവേശമായിട്ടിരിക്കുക. അതുപോലെ ഇപ്പൊ ഭട്ടതിരി പറയാണ്, അങ്ങ് ഇനിയിപ്പോ ഈ ഭക്തി എനിക്ക് അനുഭവം തന്നിട്ടില്ലെങ്കിൽ ബ്രാഹ്മണനാണല്ലോ, ഗുരുവായൂരപ്പന് കഷ്ടകാലം. ഗുരുവായൂരപ്പനോട് പറയാ, കിമുക്തൈഹി ഭൂയോഭി. ഇനി വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാനിതാ ഇങ്ങനെ വളുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വിവിധാർത്ഥ പ്രലപിത. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വേണ്ടതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ കരുണ ഉദിക്കുന്നവരെ നമസ്കാരം, സ്തവം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധാർത്ഥ പ്രലപിത, പല പ്രലപനങ്ങളും ജൽപ്പനങ്ങളും ചെയ്തുകൊണ്ട് ഞാനിവിടെ ഇരിക്കും. എന്നെ കൊണ്ട് ആവുന്നത്ര കുറച്ച് ജപിക്കും, നമസ്കരിക്കും, സദ്ഗ്രന്ഥമൊക്കെ പാരായണമൊക്കെ ചെയ്യും. അങ്ങയുടെ കാരുണ്യം എപ്പോ വരുമോ അതിനെ കാത്തുകൊണ്ടിരിക്കും. ഹംസപക്ഷി മാനസ സരസിനെ കാത്തിരിക്കുന്ന പോലെ, ചന്ദ്രനെ ചകോരപക്ഷി കാത്തിരിക്കുന്ന പോലെ, മേഘത്തിനെ ചാതകം കാത്തിരിക്കണ പോലെ ഞാൻ കാത്തിരിക്കും. ഹംസ പത്മവനം സമിച്ഛതി യഥാ നീലാംബുദം ചാതകഃ കോകഃ കോകനദപ്രിയം പ്രതിദിനം ചന്ദ്രം ചകോരസ്തതാ.
ചേതോ വഞ്ചതി മാമകം പശുപതേ ചിന്മാർഗമൃഗ്യം വിഭോ ഗൗരീനാഥ ഭവത്പദാബ്ജയുഗളം കൈവല്യസൗഖ്യപ്രദം. ചിത്തമങ്ങനെ ഭഗവാന്റെ അനുഭൂതിക്കായി അങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവിടെ പറഞ്ഞത്. യഥാശക്തി വ്യക്തം നതിനുതി നിഷേവാ വിരചയന്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അനുഷ്ഠിക്കും. എന്താ അനുഷ്ഠിക്ക? ആ യോഗപദ്ധതികളാണ് അടുത്ത ദശകത്തില് പറയണത്. വിശ്വം മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണാനായി ശുകബ്രഹ്മ മഹർഷി ഭാഗവതം ആരംഭിക്കുമ്പോൾ പരീക്ഷത്തിന് ഉപദേശിക്കുക. സർവസംഘ പരിത്യാഗിയായിട്ട് ഇരിക്കുന്ന പരീക്ഷത്ത് 7ാമത്തെ ദിവസം തക്ഷകം കടിക്കാൻ പോണു. തക്ഷകദംശയേറ്റ് മരണം എന്ന് മുമ്പിൽ കണ്ടുകഴിഞ്ഞു. അപ്പൊ താൻ നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ കള്ളം എന്ന് പരീക്ഷത്തിന് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ എടുത്താ തീരാത്ത സമ്പത്ത്, രാജ്യാധിപത്യം ഒക്കെ തന്നെ ഒരു ബ്രാഹ്മണ കുട്ടി നാവ് വായിന്ന് പുറത്തിട്ടതോടുകൂടെ പോയി. അപ്പൊ അത്രയേ ഉള്ളൂ അതിന് വാസ്തവികത. മുഴുവൻ ഒരു ശാപം കൊണ്ട് നഷ്ടമായി എന്നുള്ളപ്പോ ഇതിന് എന്ത് വാസ്തവികതയാ ഉള്ളത്? ഈ രാജ്യവും സമ്പത്തും ഒക്കെ കള്ളം, ഇതൊന്നും നാളേക്ക് നിലനിൽക്കാത്തത് എന്ന് കണ്ട് വലിച്ചെറിഞ്ഞു. ആദ്യമേ നിശ്ചയിച്ചതാണ് ഇതൊക്കെ അനിത്യമെന്ന്. ഈ ശാപം ഏർപ്പെട്ട് മരണം മുമ്പിൽ കണ്ടതോടുകൂടെ വിമർശിതൗ ഹേയതയാ പുരസ്ഥാത്, പണ്ടേ വിമർശനം ചെയ്തു വെച്ചതാണ് ഇതൊക്കെ കള്ളമാണെന്ന്. ഇപ്പൊ നല്ലവണ്ണം ഉറപ്പായി ഭഗവാൻ മാത്രം സത്യം. കൃഷ്ണാംഗ്രിസേവാം അധിമന്യമാന, ഭഗവാൻ മാത്രം സത്യം, ഭഗവത സേവ ഭഗവത് ഭജനം മാത്രം സത്യം എന്ന് നിശ്ചയിച്ച് മരണത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മരണത്തിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അറിയണില്ല, അത്രയേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും വരാം അല്ലെ? 7 മിനിറ്റോ 7 സെക്കൻഡോ ഏത് നിമിഷം വേണമെങ്കിലും വരാം, പക്ഷെ അറിയണില്ല. അതാണ് മായ. യുധിഷ്ഠിരൻ മഹാഭാരതത്തിൽ പറഞ്ഞു, എന്താണ് ഏറ്റവും വലിയ അതിശയം ലോകത്തില്? അത്ഭുതം എന്താന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുമ്പോഴും എത്രയോ പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു. അഹന്യഹനി ഭൂതാനി ഗച്ഛന്തീഹ യമാലയം. എന്നിട്ടോ ശേഷാഹ സ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യമതഃപരം. ബാക്കിയുള്ളവരാർക്കും അവർക്ക് മരണം വരും തോന്നുന്നില്ല. മരിച്ചവരെ കൊണ്ട് കുറിച്ച് ആലോചിച്ച് പരിതപിക്കണം. ഓ പാവം പോയി, ഇത്ര ചെറുപ്പത്തിൽ പോയി, അന്യായമായി പോയി എന്നൊക്കെ പറയും. രാമായണത്തിലെ ഭരതൻ രാമനെ കുറിച്ച് കരയുമ്പോ, രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നുവല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോ രാമൻ പറയണു, എന്നെ കുറിച്ച് എന്തിനാലോചിച്ച് കരയണത്? തന്നെ കുറിച്ച് ആലോചിച്ച് കരയൂ. ആത്മാനം അനുശോചത്വം കിമന്യം അനുശോചസി. മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് എന്തിനാ കരയണത്? അവനവനെ കുറിച്ച് ആലോചിച്ച് കരയാണ്. എപ്പോ വേണമെങ്കിലും മരണം വരാം, അടുത്ത് വന്ന് നിൽക്കണു, മുമ്പിൽ നിൽക്കണു, അയാൾ മാത്രം വിട്ടിട്ട് പോവില്ല. അങ്ങനെയുള്ളപ്പോ മരണത്തിനെ മുമ്പിൽ കണ്ടാലോ മരണത്തിനെ ജയിക്കാൻ മഹേശനെ ശരണം ചെയ്യാം. അപ്പൊ തന്നെ ഭഗവാന് ശരണാഗതി. അല്ലാതെ മരണത്തിൽ നിന്ന് എവിടെ രക്ഷ? മരണത്തിൽ നിന്ന് രക്ഷ ഉണ്ട് ആത്മജ്ഞാനം. മരണം, ആത്മാവിന് മരണമില്ല എന്നുള്ളത് അറിയണം. എന്നിട്ട് ശരീരത്തിനെ വിട്ടുകളയണം. വിട്ടുകളയണം എന്ന് വെച്ചാൽ ശരീരം ഞാനല്ല, എന്റേതല്ല, എനിക്ക് വേണ്ടതല്ല എന്നറിയണം. ശരീരം ഇപ്പോഴേ മരിച്ച വസ്തുവാണ്. ശരീരത്തിന് ഇപ്പോഴേ ജീവനൊന്നുമില്ല. ശരീരത്തിന് ജീവനുണ്ടെന്ന് ആര് പറഞ്ഞു? ശരീരം ഒരിക്കലും ഞാൻ എന്നൊന്നും പറയണില്ല, ജഡം. ഒരുപാട് ആചാരം, ഒരുപാട് ശുദ്ധം നോക്കണ ഒരു അമ്മ രമണാശ്രമത്തിലുണ്ടായിരുന്നേ. അപ്പൊ ആ അമ്മയ്ക്ക് പതുക്കെ ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി മഹർഷി ഒരു ദിവസം ഇങ്ങനെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ കടുകുമാങ്ങ കൈകൊണ്ട് തൊട്ടു. അടുത്ത ദിവസം ആ ഭരണിയിലുള്ളത് മുഴുവൻ കേടുവന്നു പോയി. അപ്പൊ മഹർഷി പറഞ്ഞു, കണ്ടോ പാത്തയാ, இந்த പൊണത്താല തൊട അതുവേ കെട്ടുപോച്ച്. ശരീരത്തിനെ പിണം കുണപം, പിണം എന്ന് വെച്ചാൽ ശവം. ഈ ശവം കൊണ്ട് തൊട്ടതോടുകൂടെ അത് കേടുവന്നു പോയി. അങ്ങനെയുള്ളപ്പോ ഈ ശരീരത്തിന് എന്ത് നിത്യത, ഇതിനെന്ത് ശുദ്ധി, ഇതിനെങ്ങനെ ശുദ്ധമാക്കാൻ പറ്റും? ഇത് ചൈതന്യമാണോ? ജഡം. ഭാഗവതത്തിൽ വേറെ ഒരു വിധത്തിൽ പറയും, ഇന്നയ്ക്ക് വെച്ച അന്നം നാളേക്ക് നാറിപ്പോണു. അങ്ങനെയുള്ള അന്നം കൊണ്ട് പുഷ്ടിപ്പെട്ട ശരീരത്തിന് കാനാമ നിത്യത. എവിടെ നിത്യത്വം? അങ്ങനെയുള്ള ഈ ജഡമായ ശരീരം
ജഡമാണെന്ന് അറിഞ്ഞ് തള്ളിക്കളഞ്ഞ് ഇനി ആത്മജ്ഞാനം ഉണ്ടാവണം, ആത്മാവിനെ കണ്ടെത്തണം. മരിക്കുന്നതിന് മുമ്പ് ആത്മാവിനെ കണ്ടെത്തിയാൽ മരണമില്ല. മരണമില്ല എന്നല്ല ഉറപ്പായിട്ട് അറിയാം. ശരീരം മരിക്കുന്നു വെച്ചാൽ ശരീരത്തിന് എപ്പോഴുമേ മരണമുണ്ട്, മരിച്ചു. ആത്മാവിനെ കണ്ടെത്തിയാലോ ഉള്ളിലുള്ള മനസ്സിനെ പരിഭാഗപ്പെടുത്തി ഇല്ലാതാക്കിയാൽ ഉള്ളിൽ നിന്ന് മരണം പോയി. മരണം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ എന്താണ്? ശരീരത്തിനെ വിട്ട് ഈ ജീവൻ വേറെ ഒരു ശരീരത്തിലേക്ക് കയറിപ്പോകണം. ആ ജീവനെ ശരീരം ഉള്ളപ്പോ തന്നെ ആത്മജ്ഞാനം കൊണ്ട് ജീവത്വ ഭാവനയെ ഇല്ലാതാക്കണം. ബോധം തെളിഞ്ഞു വരണം, ആത്മാനുഭവം പ്രകാശിച്ചു വരണം. ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെ അല്ല, ബ്രഹ്മമാണെന്ന് അറിയണം. അപ്പൊ പിന്നെ മരണം ആര് മരിക്കും? എവിടെ മരണം? മരണം എന്താന്ന് ആരാഞ്ഞു നോക്കിയാൽ മരണമേ ഇല്ല. കാരണം മരിക്കണവൻ ഒരാളില്ല. ആർക്ക് മരണം? എനിക്ക് മരണം. ഈ ഞാൻ ആര്? എനിക്ക് മരണം എന്ന് തോന്നുമ്പോ തന്നെ ഈ മരിക്കണ ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് നോക്കണം. മരിക്കണ ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ ഞാൻ എന്നുള്ളത് ശരീരമല്ല, ഞാൻ എന്നുള്ളത് മനസ്സുമല്ല, ഞാൻ എന്നുള്ളത് ബുദ്ധിയുമല്ല, അഹങ്കാരവുമല്ല. പിന്നെ ഞാൻ ആരാണ്? അസ്തിത്വം. എപ്പോഴും ഉള്ളത് ഇല്ലാതാവുമോ? ഒരിക്കലും ഇല്ലാതാവില്ല. ഉള്ളതിന് ഒരിക്കലും ഇല്ലാതാവില്ല, ഇല്ലാത്തതിന് ഒരിക്കലും ഉണ്മയുമില്ല. ഇല്ലാത്തതായ ഈ ശരീരം, മനസ്സ് മുതലായിട്ടുള്ളത് നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിച്ചപ്പോൾ ഉള്ള ശരീരം ഇപ്പൊ ഇല്ല, അത് മരിച്ചു കഴിഞ്ഞു. 7 വർഷത്തിനുള്ളിൽ ശരീരത്തിലുള്ള ഓരോ കോശവും മരിച്ചിട്ടുണ്ടാവും, വേറെ കോശങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പൊ ശരീരം മരിച്ചുകൊണ്ടേയിരിക്കണം. കൗമാരം കഴിഞ്ഞാൽ കൗമാരം മരിച്ചിട്ട് യൗവനം വരുന്നു, യൗവനം മരിച്ചിട്ട് വാർദ്ധക്യം വരുന്നു, എല്ലാം മരിച്ചു പോകും. അതേപോലെ തന്നെയാ മരണവും. അതേപോലെ മനസ്സും അനുക്ഷണം മാറിക്കൊണ്ടേയിരിക്കണം. ആ മനസ്സിനെയും ശാശ്വതമായിട്ട് ഒരേപോലെ വെക്കാൻ പറ്റില്ല. ബുദ്ധി പരിണമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെ ശാശ്വതമായ വസ്തുക്കളല്ല. ഇതൊക്കെ ജഡം, ജഡത്തിന് ജഡമാണെന്ന് അറിയുക, ചൈതന്യത്തിന് ചൈതന്യമാണെന്ന് അറിയുക. അതാണ് മുക്തി. അതിവിടെ തന്നെ മുക്തിയാണ്, തത്വജ്ഞാനം. ജഡം ജഡമാണ്, ചൈതന്യം ചൈതന്യമാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ ചൈതന്യത്തിനെ കണ്ടെത്തിയാൽ ചൈതന്യത്തിന് ആദി മധ്യം അവസാനം ഒന്നുമില്ല. സാന്ദ്ര ആനന്ദ അവബോധാത്മകം. അപ്പൊ ഈ തത്വം സാന്ദ്ര ആനന്ദ അവബോധാത്മകം. ഇതാണ് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിക്കുന്നത്. ശ്രുതിപ്രകാര ദർശിത പ്രഭോ. ശ്രുതിപ്രകാര ദർശിതം. ഇവിടെ ശ്രുതി ഉപദേശിച്ചു ബ്രഹ്മാവിന്. ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചത് വേദം. ആ വേദമാണ് ഭാഗവതം. ഭാഗവതം അതാണ്. കസ്മയ്യേന വിഭാസിതോയം അതുലോ ജ്ഞാനപ്രദീപഃ പുരാം തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാം യോഗീന്ദ്രായ തദാത്മനാ ച ഭഗവദ്രാദായ കാരുണ്യതഃ തച്ഛുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹി. എങ്ങനെയാന്ന് വെച്ചാല് ഭഗവാൻ ബ്രഹ്മാവിന് ബ്രഹ്മതത്വം ഉപദേശിച്ചു. എന്നിട്ട് ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഭഗവാൻ തന്നെ ഇരുന്ന് കേട്ടു. എന്നിട്ട് ബ്രഹ്മാവായി ഭഗവാൻ ഇരുന്നു കൊണ്ട് നാരദർക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ചു. നാരദന്റെ ഹൃദയത്തിൽ ഇരുന്ന് കേട്ടു. ഇതെന്റെ വാക്കല്ല, തദാത്മന എല്ലാത്തിലുമുണ്ട്. നാരദന്റെ ഹൃദയത്തിൽ ഇരുന്ന് ഭഗവാൻ ബ്രഹ്മതത്വം വ്യാസന് ഉപദേശിച്ചു. വ്യാസന്റെ ഹൃദയത്തിൽ ഇരുന്ന് കേട്ടു. വ്യാസരൂപത്തിൽ ഭഗവാൻ ശുഗബ്രഹ്മ മഹർഷിക്ക് ഉപദേശിച്ചു. ശുഗന്റെ ഹൃദയത്തിൽ ഇരുന്ന് കേട്ടു. എന്നിട്ട് ശുഗൻ ഭഗവത് സ്വരൂപമായിട്ട് തീർന്നു, സർവഭൂത ഹൃദയം. എന്നിട്ട് ശുഗബ്രഹ്മ മഹർഷിയുടെ രൂപത്തിൽ ഭഗവാൻ ഭാഗവതത്തിനെ പരീക്ഷത്തിന് ഉപദേശിച്ചു. പരീക്ഷത്തിന്റെ ഹൃദയത്തിൽ ഇരുന്ന് കേട്ടു. എന്നിട്ട് പരീക്ഷത്തിന് അവസാനം എന്ത് സംഭവിച്ചു? ബ്രഹ്മഭൂതോ മഹായോഗി. പരീക്ഷിത്ത് തന്നെ ബ്രഹ്മഭൂതനായിട്ട് തീർന്നു, ഭഗവാനായിട്ട് തീർന്നു. പരീക്ഷിത്ത് മരണമില്ലാതായിട്ട് തീർന്നു. മരണമില്ല എന്ന് അറിഞ്ഞു. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ എന്ന് പരീക്ഷിത്ത് പറഞ്ഞു അവസാനം. എനിക്ക് തക്ഷകനെയും പേടിയില്ല, മൃത്യുവിനെയും പേടിയില്ല, എനിക്ക് മരണമില്ല. ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊരു വസ്തു ഉണ്ടായിട്ടേ ഇല്ല, ഉണ്ടാവാൻ പറ്റേയില്ല. ഇതെങ്ങനെ മനസ്സിലായി? ഭഗവാൻ ഉപദേശിച്ച ചതുശ്ലോകി ഭാഗവതം. അതാണ് പരീക്ഷത്തിന് കിട്ടിയത്. ചതുശ്ലോകി ഭാഗവതം അല്ല, വാസ്തവത്തിൽ ഏകശ്ലോകി ഭാഗവതമാണ്. ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ. അതിന് മുന്നും പിന്നും കൂട്ടിച്ചേർത്തിട്ടാണ് ചതുശ്ലോകി എന്ന് പറയണത്. ഒറ്റ ശ്ലോകമേ ഉള്ളൂ. അഹമേവാസമേവാഗ്രേ നാന്യദ്യത് സതസത് പരം
പശ്ചാദഹം യതേതച്ച് യോ അവശിഷ്യേത സോസ്മ്യഹം. ഇതാണ് ഭാഗവതം, അദ്വൈത ആത്മതത്വം. ഈ അദ്വൈതാത്മതത്വം ഉറച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ആത്യന്തികമായി ശാന്തി ഉണ്ടാവില്ല. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ശാന്തി ഉണ്ടാവില്ല. അപ്പൊ അദ്വൈതാത്മതത്വം എന്താണ്? ഭഗവാൻ പറയണു, ബ്രഹ്മാവേ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാനെ അങ്ങല്ലാതെ മറ്റു പലതും കാണണതോ? അതൊക്കെ ഞാൻ തന്നെ, അതൊക്കെ ഞാൻ തന്നെ. സ്വർണത്തിനെ കൊണ്ട് വളയുണ്ടാക്കി. ഇപ്പൊ സ്വർണം എവിടെ പോയി? സ്വർണം തന്നെ ഇത് വളയുടെ രൂപത്തിൽ നിൽക്കണം. സ്വർണം കൊണ്ട് മോതിരം ഉണ്ടാക്കി. അപ്പൊ സ്വർണം എവിടെ പോയി? സ്വർണം തന്നെ മോതിരത്തിന്റെ രൂപത്തിൽ നിൽക്കണം. സ്വർണം തന്നെ മാലയുടെ രൂപത്തിൽ നിൽക്കണു, കിരീടത്തിന്റെ രൂപത്തിൽ നിൽക്കണു. അതേപോലെ ആ ബ്രഹ്മം തന്നെ ജഗത്തിന്റെ രൂപത്തിൽ നിൽക്കണു. ഇവിടെ ജഗത്ത് എവിടെ ഉണ്ട്? ജഗത്ത് എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ എവിടെ ഉണ്ട്? എവിടെയോ കിടന്ന മണ്ണില് ഉണ്ടായ വസ്തുവിന് ഇരുമ്പ് എന്ന് പേര് വെച്ചു. ഇരുമ്പിനെ എടുത്ത് പല ഫോർമേഷനും ചെയ്തിട്ട് അതിന് സ്റ്റീല് എന്ന് പേരുണ്ടാക്കി, പേര് കൊടുത്തു. എന്നിട്ട് അതിന് ഈ ഷേപ്പ് കൊടുത്തു. എന്നിട്ട് അതിനെ എന്തൊക്കെയോ ചെയ്തിട്ട് മൈക്കെന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ മൈക്കെന്ന് കാണുന്നു. ഇതേപോലെ ജഗത്തിൽ സർവ്വവസ്തുക്കളെയും നാമരൂപം കൊടുത്തു. വാസ്തവത്തിൽ ഇവിടെ എന്തുകൊണ്ട്? മണ്ണാണതേ, വെറും മണ്ണ്, വെറും മണ്ണാണത്. ആ മണ്ണ് എന്തൊക്കെയോ രൂപം പൂണ്ട് ഈ രൂപത്തിൽ നിൽക്കണു ഇവിടെ. അതേപോലെ വസ്തുക്കളൊക്കെ തന്നെ അവസാനം ആരാഞ്ഞ് നോക്കുമ്പോ ബ്രഹ്മമാണ്. ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല, ഈശ്വരനല്ലാതെ ഒന്നുമില്ല. ഒരേ പരമാത്മ വസ്തുവിൽ നാമരൂപ ആരോപണം. നാമരൂപ ആരോപിച്ചു കഴിഞ്ഞാൽ അടുത്തപടി രാഗദ്വേഷം. ഇത് എന്റെ മൈക്കാണ്, ഇപ്പൊ ഞാൻ എടുത്തോണ്ട് പോയാൽ അദ്ദേഹം പുറകെ വരും, എന്റെ ആണോ എന്ന് പറയും. എന്താന്ന് വെച്ചാൽ നാമരൂപം വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ എന്തെങ്കിലുമൊക്കെ സ്വത്വമോ എന്തെങ്കിലും വരും, അല്ലെ? എല്ലാ വസ്തുക്കളും അങ്ങനെയാണ്. ആദ്യം നാമരൂപം ആരോപിച്ചു, പിന്നെ രാഗദ്വേഷം ഉണ്ടായി. ഇങ്ങനെ ജഗത്ത് മുഴുവൻ കലുഷമായി. അപ്പൊ ഇനിയിപ്പോ വീണ്ടും ഈ രാഗദ്വേഷവും ഒക്കെ നീക്കി മനസ്സിന് സമാധാനം വേണമെങ്കിൽ എന്തു വേണം? ജഗത്ത് മുഴുവൻ ഒന്നാണെന്ന് കാണണം. വ്യവഹാരത്തിൽ അദ്വൈതം പറ്റില്ല, പക്ഷെ ഉള്ളിൽ അദ്വൈതം. വ്യവഹാരത്തിൽ ദ്വൈതം ഇരുന്നാൽ കുഴപ്പമില്ല, ഉള്ളിൽ കയറാതിരുന്നാൽ മതി. വ്യവഹാരത്തിന് ദ്വൈതം ഇരിക്കട്ടെ, വേണം, അല്ലെങ്കിൽ ആളുകൾ പറ്റിച്ചു കളയോ, അതൊന്നും വേണ്ട. പക്ഷെ ഉള്ളിൽ അറിഞ്ഞാ മതി ഇത് വെറും മായ. ഒരേ വസ്തു പല വേഷം കെട്ടി കൂത്തുകളിക്കാം. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബതം ഉണ്ടാവതല്ല മമ. പണ്ടേക്കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കിലിഹ നാരായണായ നമ. ഭഗവാനെ, ഏകവും അദ്വയവുമായ അവിടുത്തെ രണ്ടെന്ന് കണ്ടത് മുതൽ തുടങ്ങി ഇണ്ടൽ എന്ന് വെച്ചാൽ മണ്ടത്തരം, കുടുങ്ങി. ഒരേ വസ്തുവിനെ പലതായി കണ്ടു, ഒരേ നാരായണനെ പലതായി കണ്ടു. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ എന്ന് കാണുന്നില്ല, പലതായിട്ട് തോന്നുന്നു. രാഗദ്വേഷങ്ങൾ. ഇനിയിപ്പോ വീണ്ടും മനസ്സ് അടങ്ങണമെങ്കിൽ എന്ത് വേണം? ഈ പലതായിട്ട് തോന്നുന്നതിനൊക്കെ പുറകിൽ ഒന്നുണ്ടെന്ന് കാണണം. അവിഭക്തം വിഭക്തേഷു. വേറെ വേറെ തോന്നുമ്പോഴും വള മാലയല്ല, മാല വളയല്ല, മാല മോതിരമല്ല, മോതിരം മാലയല്ല. പക്ഷെ വളയും മാലയും മോതിരവും കങ്കണവും ഒക്കെ സ്വർണമാണ്. അതുപോലെ ആണ് വേറെ, പെണ്ണ് വേറെ, സ്ത്രീ മുത്തശ്ശി വേറെ, യുവതി വേറെ, നായ വേറെ, മനുഷ്യൻ വേറെ, ഒക്കെ വേറെ വേറെ. പക്ഷെ നായും മനുഷ്യനും സ്ത്രീയും പുരുഷനും ഒക്കെ ആത്മാ എന്നുള്ള അർത്ഥത്തിൽ തുല്യം. എല്ലാത്തിലും ഒരേ ആത്മാ വർത്തിക്കണം, ഒരേ ആത്മാ പ്രകാശിക്കണം. അപ്പൊ ഈ ആത്മതത്വം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ പ്രയോഗിച്ച് പുറമേക്ക് വ്യവഹാരത്തിൽ ഭേദമൊക്കെ നടിച്ചോളണം. അല്ലെങ്കിൽ വ്യവഹാരത്തിൽ കുഴപ്പമുണ്ടാകും. വ്യവഹാരത്തില് വ്യവഹാരധർമ്മം, ആത്മജ്ഞാനത്തിന് ഇത്. ആത്മജ്ഞാനം ഉള്ളില്, വ്യവഹാരത്തിന് ധർമ്മവും, ശാന്തിക്ക് ജ്ഞാനവും. ഇതാണ് ഭാഗവതത്തിന്റെ ഉപദേശം. പ്രഹ്ലാദന് നാരദ മഹർഷി ഇത് ഉപദേശിക്കുമ്പോ ധർമ്മസ്യ തത്വം ജ്ഞാനം ച എന്ന് പറയുന്നു. രണ്ടും കൊടുത്തു എന്നാണ്. ജ്ഞാനം എന്തിനാണ്? ശാന്തിക്ക് ഇത് വേണം. അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപാട് ഭേദം തോന്നും. ഉള്ളിൽ അവര് വേറെ, അത് ഇതെന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അത് ശമിപ്പിക്കണമെങ്കിൽ ഉള്ളിൽ അറിഞ്ഞോളണം എല്ലാം ആത്മ. പക്ഷെ വ്യവഹാരത്തിൽ അത് കൊണ്ടുവന്നാൽ പല കുഴപ്പങ്ങൾ വരും. കാരണം വ്യവഹാരത്തിന്റെ സ്വഭാവമേ വേറെയാണ്. നമുക്ക് നല്ലവണ്ണം വിചാരം ചെയ്തറിഞ്ഞാൽ ഇതിനെ എവിടെ വെക്കണം എന്നറിയാം. വ്യവഹാരത്തിന്റെ വേഷം കെട്ടലൊക്കെ ഇരിക്കട്ടെ. യാജ്ഞവൽക്യ മഹർഷി ആത്മജ്ഞാനിയാണ്. അദ്ദേഹം ജനകന്റെ സദസ്സില് ഈ ആത്മവിദ്യ പറഞ്ഞു.
അപ്പൊ ജനക മഹാരാജാവ് 100 പശുവിനെ കൊമ്പില് പൊന്ന് കെട്ടി നിർത്തിയിട്ടുണ്ട്. താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയണവർക്ക് ഈ പശുവിനെ ദാനം ചെയ്യാമെന്നാണ്. അപ്പോ യാജ്ഞവൽക്യനാണ് ചോദ്യത്തിന് ഉത്തരം പറയാൻ എഴുന്നേറ്റ്. വേറെ ആരും എഴുന്നേറ്റില്ല. യാജ്ഞവൽക്യന് എഴുന്നേറ്റ ഉടനെ തന്റെ ശിഷ്യനായ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ ഈ പശുവിനെയൊക്കെ ആശ്രമത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ അവിടെയുള്ളൂ ഒരു ദേഷ്യം വന്നു. ഉത്തരം പറയണതിന് മുമ്പ് പശുവിനെ കൊണ്ടുപോകാൻ പറയണമല്ലോ. യാജ്ഞവൽക്യൻ പറഞ്ഞു, ഞാൻ പറയാൻ പോണ ഈ ബ്രഹ്മവിദ്യക്ക് കൂലിയൊന്നുമല്ല ഈ പശു. ഞാൻ പറയുന്ന ഈ വസ്തുവിന്, ഈ ബ്രഹ്മവിദ്യക്ക് ഈ സമുദ്രം ചുറ്റി നിൽക്കുന്ന ഈ ഭൂമി മുഴുവൻ തന്നാലും പോരാ. തതോ ഭൂയ. പിന്നെന്താ, എനിക്ക് പശുവിനെ വേണം, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാൻ പറയണു. അതുകൊണ്ട് പശു പോട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇവര് പറഞ്ഞു, അങ്ങ് ബ്രഹ്മജ്ഞാനിയാണല്ലോ, ആത്മജ്ഞാനിയാണല്ലോ, അപ്പൊ അങ്ങക്ക് എന്തിനാ പശു? ഇതൊക്കെ ഞങ്ങൾക്ക് തന്നുകൂടെ ചോദിച്ചു. ഇങ്ങനെയാണ് ആളുകൾ പറ്റിക്കുകയെ. അപ്പൊ യാജ്ഞവൽക്യൻ പറഞ്ഞു, തൽക്കാലം ഞാൻ ആത്മജ്ഞാനി അല്ല, പശുകാമോഹമസ്മി, പശുകാമനാണ്. അപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബ്രഹ്മജ്ഞാനം ഇപ്പൊ പശുകാമനെ കൊണ്ടൊന്നും പോവില്ല, അതവിടെ നിൽക്കട്ടെ എന്നാണ്. ഒന്നും ഇപ്പൊ ബ്രഹ്മജ്ഞാനം ഒന്നും നഷ്ടമാവില്ല, നിങ്ങൾ എന്ത് ധരിച്ചാലും കുഴപ്പമില്ല, എനിക്കിപ്പോ പശുവിനെ വേണം എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പോ എന്തിനാ പറയണമെന്ന് വെച്ചാല്, എന്തു വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ പറ്റിച്ചു കളയാൻ സമ്മതിക്കാതിരിക്കണം, വ്യവഹരിക്കണം ലോകത്തിലെ, അല്ലേ? ഇപ്പൊ വ്യവഹാരത്തിന് വേണ്ടി തൽക്കാലത്തേക്കൊക്കെ ദ്വൈതം നടിച്ചാലും ഉള്ളില് ശാന്തിക്ക് അദ്വൈതം, ഭാവാദ്വൈതം എന്നാണ്. ഭാവാദ്വൈതം ഉള്ളിലുണ്ട്, ഭാവത്തിൽ അദ്വൈതം. സർവചരാചരങ്ങളും ഭഗവത് സ്വരൂപം, പരമാത്മസ്വരൂപം എന്ന് അറിയുമ്പോ തന്നെ മനസ്സിന് ആരോടും പ്രത്യേകിച്ച് ചെന്ന് പറ്റിപ്പിടിക്കില്ല, ആരോടും പറ്റിപ്പിടിക്കില്ല, പ്രത്യേകിച്ച് ആരോടും ആസക്തിയും ഉണ്ടാവില്ല, വെറുപ്പും ഉണ്ടാവില്ല. ഇത് രണ്ടാണ് ദുഃഖത്തിന് മുഴുവൻ മൂലകാരണമേ. പലത് കാണുന്നുണ്ടല്ലോ സ്വപ്നം പോലെ. ഋതേ അർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ച ആത്മനി തദ്വിദ്യാത് ആത്മനോ മായാം യഥാഭാസോ യഥാ തമഃ. ചതുശ്ലോകി ഭാഗവതം ഭഗവാൻ പറയണത്, ഒരു പൊരുളില്ലാതെ കാണപ്പെടുന്ന ഇരുള്, ഈ ഇരുള് നീങ്ങണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ അരുൾ വേണം അവിടെ. എന്നാ ഈ ഇരുള് നീങ്ങും. പൊരുളില്ലാതെ കാണപ്പെടുന്നതാണിതേ, സ്വപ്നം പോലെ എന്നാണ്. സ്വപ്നത്തിൽ പലത് കാണുന്നില്ലേ? എഴുന്നേൽക്കുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ, 1000 പേരെ കണ്ടു, എഴുന്നേറ്റപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ വസ്തുവിനെ അറിയണം. അഹമേവാസമേവാഗ്രേ ഈശാവാസ്യമിതം സർവം. ആത്മാ മാത്രമേ ഉള്ളൂ, ജഗത് മുഴുവൻ ആത്മസ്വരൂപം. അങ്ങനെ കണ്ടെത്തിയാൽ മനസ്സ് അടങ്ങി ശാന്തിയാവും. ഈ വിദ്യ നമുക്ക് പറ്റണില്ല, ഈ വിദ്യ ഗ്രഹിക്കാൻ വിഷമമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിനെ പതുക്കെ ഒന്ന് ധ്യാനിച്ച് പരിശീലിപ്പിക്കാം, ധ്യാനം പരിശീലിപ്പിക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പോയിട്രി എല്ലാവർക്കും ഇഷ്ടമാണ്. ധ്യാനവും ഒരു പോയിട്രിയാണ് പലർക്കും. കാണുമ്പോ നല്ല രസം. എല്ലാവരും ധ്യാനത്തിനെ കുറിച്ച് പുസ്തകം, എളുപ്പത്തില് ചുട്ടപ്പപ്പടം പോലെ പുസ്തകം പോകണമെങ്കിൽ ധ്യാനത്തിനെ കുറിച്ച് എഴുതി ഇങ്ങനെ ഒരു ഫോട്ടോവും വെച്ചാൽ മതി. എല്ലാരും അപ്പ വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മുടെ ഒരു കൂട്ടുകാരൻ മെഡിറ്റേഷൻ സീറ്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും, എത്രയോ $. കൊടുത്തിട്ട്. എന്നോട് പറഞ്ഞു, വെറുതെ ചെലവാക്കണ്ട, പായിലിരുന്നാ മതി എന്ന് പറഞ്ഞു. കേട്ടില്ല. എത്രയോ $. കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അയാൾ എവിടെയോ അഡ്വർടൈസ്മെന്റ് കണ്ടതാണ്. പിന്നെ അയാൾ പറഞ്ഞു, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സീറ്റ് വാങ്ങിക്കണത് എളുപ്പമായിരുന്നു, ധ്യാനിക്കണതൊന്നും പറ്റണില്ല അതിലിരുന്നിട്ട്. അപ്പോ ധ്യാനം എന്നുള്ളത് പരിപക്വമായ മനസ്സിന്റെ സ്ഥിതിയാണ്. തനിയെ ഏർപ്പെടുന്നതാണ് ധ്യാനം. മനസ്സ് പരിഭാഗപ്പെട്ട് ശ്രവണം ചെയ്ത്, മനസ്സ് പരിഭാഗപ്പെട്ട് ആദ്യം ബേസിക്കായിട്ട് യമവും നിയമവും ഉണ്ടാവണം മനസ്സിന്. അതാണ് ഭട്ടതിരി പറയണ, ഗുരുവായൂരപ്പ ഞാൻ യോഗാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാം. കല്യതാം മമ കുരുഷ്വതാവതീം കല്യതേ ഭവതുപാസനം യയാം സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാം പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയും നമ്മളല്ലേ. സാഷ്ടാംഗ നമസ്കാരം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ കൈ, കാല്, മുട്ട്, നെഞ്ച് ചേർത്തത് മാത്രം അല്ല. യഥാർത്ഥത്തിൽ സാഷ്ടാംഗ നമസ്കാരം എന്ന് വെച്ചാൽ അഷ്ടാംഗ യോഗത്തോടുകൂടിയുള്ള ഭഗവത് സ്മരണയാണ് സാഷ്ട അംഗ നമസ്കാരം.
അഷ്ടാംഗയോഗത്തോടുകൂടിയുള്ള ഭഗവാനെ സ്മരിക്കലാണ് സാഷ്ടാംഗ നമസ്കാരം. അപ്പൊ അഷ്ടാംഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അപ്പൊ ധ്യാനം എവിടെ ഇരിക്കണു? ഏഴാമത്തെ സെറ്റ്, ഏഴാമത്തെ പടിയിലിരിക്കണം. ആരംഭത്തിലേ ചാടിയാൽ ശരിയാകുമോ? അപ്പൊ ഏഴാമത്തെ പടി. ചിലർക്കൊക്കെ പൂർവ്വജന്മത്തിന്റെ സുഹൃത്തിത്വം കൊണ്ട് തനിയെ വരും. ചിലരൊക്കെ ധ്യാനസിദ്ധന്മാരായിട്ടേ ജനിക്കും. ജനിക്കുമ്പോഴേ അവർക്ക് ധ്യാനം പരിശീലിക്കൊന്നും വേണ്ട, ധ്യാനസിദ്ധന്മാരായിരിക്കും. അവർക്ക് ധ്യാനം ജന്മനാ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് വന്നിട്ടുണ്ടാവും. അല്ലാത്തവർക്കാണ് ബാക്കിയുള്ള സാധനങ്ങൾ. നമുക്ക് ധ്യാനിക്കാൻ പറ്റണില്ലെങ്കിൽ, സഹജമായിട്ട് പോവാൻ പറ്റണില്ലെങ്കിൽ ഇതൊക്കെ ചെയ്തോളാം. ആദ്യം ബേസിക്കായിട്ട് യമനിയമങ്ങള്. ബ്രഹ്മചര്യ ദൃഢതാദിപിർയമൈഃ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ. ബ്രഹ്മചര്യം, അഹിംസ, സത്യം, അസ്തേയം, ഇതൊക്കെ യമം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ശുദ്ധി. ഒരു പ്രാണിയും ഹിംസിക്കാതിരിക്കുക, കക്കാതിരിക്കുക. കക്കലൊന്നും നമ്മൾ പതിവില്ല. എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയണതെന്ന്. മറ്റുള്ളവരുടെ വസ്തു കണ്ടിട്ട് പറയില്ലേ, കട്ടുന്നാണോ പറഞ്ഞ കട്ടുന്നാണ് ഉള്ളുകൊണ്ട്. അതുപോലെ മറ്റുള്ളവരെ മനസ്സുകൊണ്ട് ദ്വേഷിക്കുക, അത് അപ്പൊ ഹിംസിച്ചു അത്രേ. യോഗികൾ ഈ പുറമേക്കല്ല കാണുന്നതേ, അവർ ഉള്ളിലാണ് കാണുന്നത്. ഉള്ളില് വികാരത്തിന്റെ തലത്തിൽ ഇതൊന്നും വരാൻ പാടില്ല എന്നാണ്. വികാരത്തിന്റെ തലത്തിൽ ബ്രഹ്മചര്യം, വികാരത്തിന്റെ തലത്തിൽ അഹിംസ, വികാരത്തിന്റെ തലത്തില് ദ്വേഷമില്ലാതിരിക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരിശീലിച്ച് ഒരുപക്ഷെ ഫിസിക്കലി ചെയ്താൽ പോലും കുഴപ്പമില്ല എന്നാണ്. അതാണ് ഭഗവാൻ പറയണത്, അർജുന ഈ ജ്ഞാനത്തോടുകൂടി ആരോടും ദ്വേഷമോ രാഗവും ഇല്ലാതെ യുദ്ധം ചെയ്യുമെന്നാ പറയണത്. ഈ ജ്ഞാനത്തോടുകൂടെ താൻ യുദ്ധം ചെയ്താൽ പോലും ആരെയും കൊല്ലണില്ല. ഫിസിക്കൽ ആക്ഷൻ അല്ല പ്രധാനം. 1000 പേരെ കൊല്ലാൻ ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ട് ആ മെഷീനെ കൊണ്ട് കൊല്ലാൻ വെച്ചാൽ ആ മെഷീന് വല്ല പാപമോ പുണ്യമോ ഏൽക്കുവോ? അതിന് കർത്തൃത്വവുമില്ല, രാഗവുമില്ല, ദ്വേഷവുമില്ല, വെറുപ്പുമില്ല, ഒന്നുമില്ല. അതുപോലെ ഒരു യന്ത്രമായി തന്നെ ആ സർവേശ്വരൻ ഉപയോഗിച്ചാൽ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെയ്യാം, പക്ഷെ അതിൽ രാഗമോ ദ്വേഷമോ തന്റേതൊന്നും ഇല്ലെങ്കിൽ താൻ ബന്ധിക്കപ്പെടില്ല. അപ്പൊ ബ്രഹ്മചര്യാദി യമൈഹി, ബ്രഹ്മചര്യം മുതലായിട്ടുള്ള യമം. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ അതും വളരെ സൂക്ഷിക്കും, മാനസികമാണ്. അതായത് ഋഷികൾ പറയണത് ഗൃഹസ്ഥനും ബ്രഹ്മചര്യമുണ്ട്. ഗൃഹസ്ഥൻ, സന്യാസിക്കോ ബ്രഹ്മചാരിക്കോ, കല്യാണം കഴിക്കാത്ത ആളൊക്കെ ബ്രഹ്മചാരി എന്ന് ഒരർത്ഥമേ ഇല്ല. അവനെ വേണമെങ്കിൽ ബാച്ചലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കല്യാണം കഴിക്കാത്തവൻ ബ്രഹ്മചാരി എന്ന് അർത്ഥമില്ല. കല്യാണം കഴിച്ചവനും ബ്രഹ്മചാരിയാണ്. മൃഗങ്ങളൊക്കെ ബ്രഹ്മചാരികളാണ് ഒരു വിധത്തില്. എന്താന്ന് വെച്ചാൽ അവർക്കൊന്നും മാനസികമായിട്ട് ഈ വികാരമില്ല, അവർക്ക് ശരീരത്തിലേ ഉള്ളൂ. അവരൊന്നും ഇത് ബന്ധിക്കണേ ഇല്ല. ഋതുകാലത്തിൽ മാത്രമുള്ള സംഗമവും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കഴിഞ്ഞു പോണു. മനുഷ്യനാണ് ഇതിനെ കൊണ്ട് സിനിമയെടുത്ത് കാവ്യങ്ങൾ എഴുതി ഭാവനാതലത്തില് കാമത്തിനെ കൊണ്ടുവരണം. അപ്പൊ ഭാവനാതലത്തിൽ നിന്ന് ഇതിനെ നീക്കണം. അതാണ് ബ്രഹ്മചര്യാദി യമൈഹി. ബ്രഹ്മചര്യം മുതലായിട്ടുള്ള ഭാവങ്ങള് ബ്രഹ്മചര്യ ദൃഢതാദിവിർ യമൈഹി ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ. കുളിക്കുക, ശൗച, സന്തോഷ, ക്ഷമ, ആർജവം, ഇതൊക്കെ. ശൗചം, ഒന്ന് വൃത്തിയായിട്ടൊന്ന് ശരീരത്തിനെ കുളിക്കാം. സ്നാനം, യുധിഷ്ഠിരൻ പറഞ്ഞു എന്താ സ്നാനം എന്ന് വെച്ചാൽ മനോമലത്യാഗ, മനസ്സിലെ മലത്തിനെ ത്യാഗം ചെയ്യണമെന്നാണ് അത്രയും മുഖ്യമായിട്ടുള്ള കുളി. അത് പറഞ്ഞ് വെളിയിൽ കുളിക്കാതിരിക്കരുത് കേട്ടോ. പലരും ഇതിനെയൊക്കെ വാദമായിട്ട് എടുത്തു കളി. ഭാഗവതം ഒന്ന് വായിച്ചൂടെ, കേട്ടു, ഒക്കെ ഉള്ളിലുണ്ടെന്ന്. നാമം ജപിച്ചൂടെ, എല്ലാം ഉള്ളിലുണ്ടെന്ന്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറമേക്ക് ഇതൊക്കെ വേണം. സ്നാനം, മനഃശുദ്ധി, ജപം മുതലായിട്ടുള്ളതൊക്കെ, സ്വാധ്യായം, ആർജവം, ഋജുഭാവം, അതായത് ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് പറയുക. രാമലിംഗസ്വാമികൾ തമിഴിൽ അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു സിദ്ധനാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ പറഞ്ഞു, ഉള്ളൊൻറുപെത്തു പുറമൊൻറുപേശുവാർ ഉറവ് കലവാമൈ വേണ്ടും. പരമലൗകികന്റെ അടുത്ത് കലർന്നാൽ പോലും
ഉള്ളിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് പറയണവൻ ഇങ്ങനെയുള്ള ആളാണെങ്കിലും അയാളുടെ അടുത്തുകൂടെ പോകരുതെന്നാണ്. ഇപ്പൊ ഋജുബുദ്ധിയായിട്ടിരിക്കണം, ഋജുബുദ്ധിയായിട്ടിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്ക് ഗീത ഉപദേശിക്കാൻ പാടുള്ളൂ. അതാണ് അർജുനൻ. അർജുനൻ എന്നുള്ള പേരിന് ഒരർത്ഥം ഋജുബുദ്ധിയായിട്ടുള്ളവൻ എന്നർത്ഥം. വക്രതയില്ല ഉള്ളില്, വക്രമല്ല ആള്, ഋജുബുദ്ധിയായിട്ടുള്ളവൻ. അപ്പോ ഋജുവായിട്ടുള്ള ആളായിരിക്കണം, സത്യം പരിപാലിക്കണവനായിരിക്കണം. അങ്ങനെയുള്ള ആൾക്ക് പതുക്കെ യോഗ പരിശീലനം തുടങ്ങാം. യോഗത്തിന്റെ ആദ്യപടി എന്താണ്? ആസനം. ആസനമാണ് അവിടെ. ആസനം പരിശീലിക്കാം എന്നാണ്. പങ്കജാദ്യമപിവ, പദ്മാസനം. പദ്മാസനമൊക്കെ വിഷമാ അല്ലേ? പദ്മാസനം പോലും സുഖാസനം മതി. സ്ഥിരസുഖം ആസനം. പദ്മാസനം പോലും എല്ലാവർക്കും പറ്റില്ല. ആസനം ചെയ്യാൻ പറ്റത്തിരി പറഞ്ഞിട്ടുണ്ടെന്ന് വന്ന് പുറപ്പെട്ടാൽ 80 വയസ്സിന് മേലെ തുടങ്ങിയാൽ കുഴപ്പമാവും. അപ്പോ ഇതൊക്കെ മഹാവിഷമം. അപ്പൊ ആസനമൊക്കെ സാധാ സുഖാസനം. എങ്ങനെ ഇരുന്നാൽ സുഖമായിട്ട് ധ്യാനിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങോട്ട് ഇരിക്കുക. ഇനിയിപ്പോ ചെയറിൽ ഇരുന്നിട്ടാണെങ്കിലും വേണ്ടില്ല. അപരോക്ഷാനുഭൂതിയിൽ ആചാര്യസ്വാമികൾ പറഞ്ഞു, എതിലിരുന്നാൽ ബ്രഹ്മത്തിൽ ദൃഢമായി മനസ്സുറയ്ക്കുമോ അത് ആസനം എന്ന് പറഞ്ഞു. എങ്ങനെയാണെങ്കിൽ മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കുമോ അത് ആസനം. അത് നടന്നിട്ടാണെങ്കിലും വേണ്ടില്ല, കടന്നിട്ടാണെങ്കിലും വേണ്ടില്ല, ഏത് ഭാവത്തിലാണെങ്കിലും മനസ്സ് ഭഗവാനിൽ വെക്കാൻ. പക്ഷെ ആദ്യം യോഗ പരിശീലനത്തിന് കുറച്ചു നേരം ഒന്ന് അനങ്ങാതെ ഇരുന്ന് പരിശീലിക്കണം. നമ്മളുടെ സപ്താഹത്തിനൊക്കെ അത് വലിയ പരിചയമാണ്. കുറെ അനങ്ങാതെ ഇരിക്കുക ഒരിടത്ത് അല്ലെ, അത് തന്നെ വലിയ കാര്യമാണ്. നമ്മളുടെ ഇന്നത്തെ ആളുകൾക്ക് 5 മിനിറ്റ് ഒരിടത്ത് ഇരിക്കാൻ പുറമേൽ ഈ ഒരു സമയമില്ലാത്ത സമയത്ത് പിടിച്ച് ഒരു 5 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഒരിടത്ത് ഇരുത്തിയാൽ തന്നെ അവര് പണം കൊടുത്തിട്ടൊക്കെ ഒരിടത്ത് പോയി ഇരിക്കുന്നുണ്ട് ഈ അരമണിക്കൂർ. ആസനം കിട്ടിയാൽ തന്നെ സമാധാനം ഉണ്ടാവും. ആസനസ്ഥൈര്യം. ആസനസ്ഥൈര്യം. ആസനം കഴിഞ്ഞാൽ അടുത്തത് പ്രാണായാമം. പ്രാണം എന്ന് വെച്ചാൽ ശ്വാസോച്ഛ്വാസ കാറ്റ് മാത്രമല്ല, ഊർജം മുഴുവൻ പ്രാണനാണ്. ചിത്തം ചലിക്കുന്നതും പ്രാണനാണ്. ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന പ്രാണനെ ഗുരുവിന്റെ ഉപദേശപ്പടി പ്രാണായാമം ചെയ്യണം. അതിനെയും ആചാര്യസ്വാമികൾ പറഞ്ഞു, യഥാർത്ഥ പ്രാണായാമം എന്താന്ന് വെച്ചാൽ പ്രാണന്റെ സൂക്ഷ്മരൂപം മനസ്സാണ്. മനസ്സിൽ പൊന്തി വരുന്ന വികാരങ്ങളെയൊക്കെ ബ്രഹ്മം എന്ന് കണ്ടാൽ മനസ്സും പ്രാണനും ഒക്കെ അടങ്ങും. അതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ചിത്താദി സർവഭാവേഷു ബ്രഹ്മാത്മത്വാവലോകനാത് നിരോധ സർവവൃത്തീനാം പ്രാണായാമ സൗച്യതയാണ്. പ്രാണായാമം എന്താന്ന് വെച്ചാൽ ചിത്തം ഇങ്ങനെ ചലിക്കുമ്പോ ആ ചലിക്കണ ചിത്തത്തിനെയും ബ്രഹ്മമായിട്ട് കാണുന്നു. ചലിക്കണ ചിത്തം എവിടുന്ന് പൊന്തുണു? നിശ്ചലമായ അധിഷ്ഠാനത്തിൽ നിന്ന് പൊന്തുണു. നിശ്ചലമായ അധിഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ഈ സ്പന്ദനം ആ നിശ്ചലമായ അധിഷ്ഠാനം തന്നെയാണ്. സമുദ്രത്തിൽ പൊന്തി വരുന്ന അല സമുദ്രം തന്നെയാണ്. അതേപോലെ നിശ്ചലമായ അധിഷ്ഠാനത്തിൽ നിന്ന് പൊന്തുന്ന ഈ സ്പന്ദനം നിശ്ചലമായ അധിഷ്ഠാനം തന്നെയാണെന്ന് കണ്ടാൽ ഇത് നിശ്ചലമാവും. അങ്ങനെ ചിത്തവൃത്തികളെ ഉള്ളിൽ നിരോധനം ചെയ്യണതാണ് അത്രേ സൂക്ഷ്മ പ്രാണായാമം. അപ്പോ പ്രാണായാമം. പിന്നെ പുറമേക്ക് അലഞ്ഞു നടക്കണം മനസ്സിനെ പ്രത്യാഹാരം. ആഹരിക്കാന്ന് വെച്ചാൽ കഴിക്കല്ലേ, പുറമേക്ക് പോണ മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കുക, അത് പ്രത്യാഹാരം. ഓടി ഓടി പോണു മനസ്സ് അല്ലെ പല സ്ഥലങ്ങളിലേക്ക്. എന്തിനാ പോണതെന്ന് വെച്ചാൽ പല വസ്തുക്കളും സുഖിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഓടിപ്പോണത്. കുറെ കഴിയുമ്പോ അതിനായിട്ട് മനസ്സിലായി ലോകം മുഴുവൻ ദുഃഖം എന്ന് പറഞ്ഞു കുറെ ദുഃഖിച്ചിട്ട് തിരിച്ചു വരും. പക്ഷെ അപ്പോഴേക്കും മനസ്സ് വികലമാവും. അപ്പൊ അതിനു മുമ്പ് നമ്മളായിട്ട് തന്നെ അതിനെ പിടിച്ച് ഉള്ളില് സ്വരൂപത്തില് ഭഗവത് സ്വരൂപത്തിൽ ഇരുത്തുക. പശുവിനെയൊക്കെ അഴിച്ചുവിട്ടാൽ കണ്ടവരുടെ പാടത്തും തൊടിയിലും ഒക്കെ പോയിട്ട് കണ്ടതൊക്കെ തിന്നാൻ തുടങ്ങും. ആളുകളൊക്കെ ഒന്ന് കുറ്റം പറയും. അവസാനം എന്ത് ചെയ്യുക? പശുവിനെ പിടിച്ച് കെട്ടിയിടണം. കെട്ടിയിട്ട് തൊഴുത്ത് തന്നെ തിന്നാൻ വല്ലതും കൊടുക്കണം. അങ്ങനെ അവിടെ തന്നെ തിന്നാൻ കൊടുത്താൽ കുറെ കാലം അങ്ങനെ പരിശീലിപ്പിച്ചാൽ അഴിച്ചുവിട്ടാലും പോവില്ല. അതേപോലെ മനസ്സ് പുറമേക്ക് അലഞ്ഞലഞ്ഞ് നടക്കുന്നത് തീറ്റയ്ക്കാണേ. തീറ്റയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കുകയാണ് പല വസ്തുക്കളിലുമായിട്ട്. ആ അലഞ്ഞു നടക്കുന്ന ചിത്തത്തിനെ പിടിച്ച് ഹൃദയത്തിൽ കെട്ടിയിട്ട് അവിടെ തീറ്റ കൊടുക്കണം. തീറ്റ എന്താണെന്ന് വെച്ചാൽ നല്ല വിഷയങ്ങൾ ചിന്തിക്കാനും ബ്രഹ്മവിചാരം ചെയ്യാനും സത്സംഗത്തിലിരിക്കാനും ഒക്കെ. അതിനാദ്യമായിട്ട് പുറമേക്കുള്ള വ്യവഹാരത്തിനെ കുറയ്ക്കണം. അതാണ് യമനിയമം എന്ന് പറഞ്ഞത്. യോഗസാധനയ്ക്ക് അതൊക്കെ വേണം.
അതൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. പുറമേക്ക് പോയി നാട്ടുവർത്തമാനം പറയലും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കും. ധ്യാനിക്കാനിരിക്കുമ്പോൾ അവർ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ വരും. നാട്ടുകാർ വെറുതെ ഇരിക്കില്ലല്ലോ. അവരുടെ അടുത്ത് പോയി അറിഞ്ഞോ എന്ന് ചോദിക്കും. ഞാൻ കഴിഞ്ഞു. പിന്നെ അതിങ്ങനെ പോവും. അത്രേ ഉള്ളൂ. അതെ, അത് പിന്നെ അവിടുന്ന് എവിടേക്കൊക്കെയാ പോവാന്നറിയില്ല. അറിഞ്ഞോ? അതാണ് നാരായണ ഗുരുസ്വാമി രമണ മഹർഷിയെ കാണാൻ പോയി. നാരായണ ഗുരു രമണ മഹർഷിയെ കാണാൻ പോയപ്പോ അദ്ദേഹം ഒരുപക്ഷെ ചട്ടമ്പി സ്വാമി അല്ലാതെ വേറെ ഒരു മഹാത്മാവിനെ അദ്ദേഹം നേരിട്ട് കാണാൻ പോയിട്ടുള്ളത് മഹർഷി മാത്രമാണ്. കാണാൻ പോയിരുന്നപ്പോ സ്കന്ധാശ്രമത്തിൽ അരുണാചലത്തിൽ മലയുടെ മേലെ. അപ്പോ നാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യന്മാരൊക്കെ അകത്തുപോയൊക്കെ നമസ്കരിച്ചു. നാരായണ ഗുരുസ്വാമി ജനലിൽ കൂടെ നോക്കി. മഹർഷി നോക്കി, ഒന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല, മിണ്ടാതെ ഇരുന്നു. നാരായണ ഗുരു കണ്ടിട്ട് അവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ വന്ന് കണ്ണടച്ച് ധ്യാനിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോ മഹർഷി ഊണ് കഴിക്കേണ്ട സമയമായപ്പോ മാത്രം ഊണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. മലയാളത്തിൽ ചോദിച്ചു. നാരായണ ഗുരുസ്വാമി പറഞ്ഞു, മഹർഷികൾ പ്രസാദം ശാപ്പടലാം എന്ന് തമിഴിൽ പറഞ്ഞു. എന്നിട്ട് ഊണ് കഴിച്ചു കഴിഞ്ഞതും മഹർഷിക്ക് ആ സമദർശിത്വം, എത്ര വലിയ ആളുകൾ വരട്ടെ, എത്ര ചെറിയ ആളുകൾ വരട്ടെ, ഒക്കെ ബ്രഹ്മമയം. ഇവിടെ വലിയ ബ്രഹ്മം ചെറിയ ബ്രഹ്മം ഒന്നുമില്ല. യാതൊന്നും പ്രത്യേകിച്ച് വർത്തമാനം പറഞ്ഞില്ല. നടക്കാൻ പോവാനുള്ള സമയമാണ്. ഊണ് കഴിച്ചിട്ട് നടക്കാൻ പോയി മഹർഷി. ആ സമദർശിത്വം കണ്ടപ്പോ നാരായണ ഗുരുസ്വാമി ആശ്ചര്യപ്പെട്ടു എന്നാണ്. ഒന്നുമില്ലെങ്കിലും ഒരു സന്യാസി, ഒരു ജ്ഞാനി ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴെങ്കിലും പതറിപ്പോവും ആളുകൾ. അപ്പോഴും പതർച്ചയില്ല. എത്ര വലിയ ആള് വന്നാലും പതർച്ചയില്ല. ഈ അവസ്ഥ കണ്ടപ്പോ നാരായണ ഗുരു ഒരു നിർവൃത്തി പഞ്ചകം എന്നൊരു കൃതി എഴുതി. അതിൽ പറയുന്നുണ്ട്, ആർക്കാണോ മനസ്സിന് ശാന്തി എന്ന് വെച്ചാൽ, കോ നാമ ദേശ കാ ജാതി പ്രവൃത്തി കാ കിയദ്വയ ഇത്യാദി വാദോപരതി യസ്യ തസ്യൈവ നിർവൃത്തി. ഒരാളെ കണ്ടാ ഉടനെ എവിടുന്ന് വരണു ചോദിക്കും. എന്താ ജാതി? ഇപ്പൊ നമ്മൾ ജാതിയൊന്നും ചോദിക്കില്ല, പണ്ടാണെങ്കിൽ ചോദിക്കും. എവിടുന്ന് വരണു, എന്താ ജോലി, ആദ്യത്തെ ചോദ്യം. ഇപ്പൊ വ്യവഹാരത്തിൽ മുഴുവൻ ഞാൻ കാണുന്നത് എങ്ങനെയുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണു. പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതില് ചിലപ്പോൾ അവർക്ക് പാവം ശരിക്കും ജോലിയില്ലെങ്കിൽ അത് പറയാനേ കഷ്ടമായിരിക്കും. നമ്മൾ ചോദിച്ചാൽ അതൊരു വിഷമം അല്ലേ. പിന്നെ വേറെ ചിലരുണ്ട്, അവരാരാ ചോദിക്കാന്ന് കാത്തോണ്ടേയിരിക്കും അവരുടെ കാര്യം പറയാൻ, തകരപ്പെട്ടി കൊട്ടാനായിട്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പറയാൻ തുടങ്ങും. അവരുടെ കാര്യം, അവരുടെ മക്കളുടെ കാര്യം, അവരുടെ പേരക്കുട്ടികളുടെ കാര്യം, അവർ ചെയ്തിരുന്ന ജോലിയുടെ സമ്പത്ത് ഒക്കെ പറയും. ചോദിച്ചിട്ടില്ലെങ്കിലേ പറയും. കുറെ നേരം ചോദിക്കുമോ എന്ന് നോക്കും. നമ്മളായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവരായിട്ട് പറയും. അപ്പോ ഇതിന്നിങ്ങനെ വർത്തമാനം ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരും. ഇങ്ങനത്തെ വാദങ്ങളൊക്കെ ആര് വേണ്ടാന്ന് വെക്കണോ, അതായത് ചോദിക്കണില്ല, ഒരു വ്യാവഹാരികമായ ഒരു ചോദ്യവും ആരോടും വരൂന്ന് പറയണില്ല, പോകൂന്ന് പറയണില്ല, ഇരിക്കൂന്ന് പറയണില്ല. ഇങ്ങനെ യാതൊന്നും ആർക്കില്ലയോ തസീവ നിർവൃത്തി, അവന് മനസ്സിന് നല്ല ശാന്തി ഉണ്ടാവും. ശാന്തി ഉണ്ടാവും. വ്യാവഹാരികമായ ചിത്തവൃത്തികളൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഇത്തരം ചിത്തവൃത്തികളൊക്കെ ശമിച്ചാൽ പതുക്കെ ആസനം ഏകാന്തത്തിൽ ഇരിക്കാം. അലയുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു രൂപത്തിലോ, ഇവിടെ ഭട്ടതിരി പറഞ്ഞ താരം അന്തരനു ചിന്ത്യ സന്തതം, പ്രണവത്തിനെ ധ്യാനിക്കാണ്. പുറത്തേക്ക് അലഞ്ഞു നടക്കണ മനസ്സിനെ മന്ത്രജപത്തിലേക്ക് കൊണ്ടുവരാം. ഏതെങ്കിലും മന്ത്രം ജപിക്കുന്നെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാം. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗം അരുണോഷ്ടേക്ഷണാധരം പ്രണതാശ്രയണം നൃമ്ണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പീതകൗശേയവാസസം. അങ്ങനെ ഭഗവാന്റെ ആ ദിവ്യരൂപത്തിനെ ഉള്ളിൽ അങ്ങനെ ധ്യാനിക്കാം. അങ്ങനെ മനസ്സിനെ ധ്യാനിച്ച് ധ്യാനിച്ച് എപ്പോ മനസ്സ് പുറത്തേക്ക് പോകണോ, മനസ്സ് നിൽക്കണില്ല. എന്താ, മനസ്സ് എത്രയോ ജന്മമായി അങ്ങനെ പഠിച്ചിരിക്കുന്നു, പുറത്ത് തെണ്ടി തെണ്ടി പഠിച്ചിരിക്കണം. ആ തെണ്ടണ മനസ്സിനെ വലിച്ചു കൊണ്ടുവന്ന് ഇരുത്തണം. യഥോ നിശ്ചരതി മനഃശഞ്ചലമസ്തി. അങ്ങനെ അഭ്യസിക്കുമ്പോ കുറെ കാലം കൊണ്ട് പഴക്കപ്പെട്ട് വരും. ഇപ്പൊ പുറത്തേക്ക് അയച്ചയച്ച് പഠിച്ചിരിക്കണം അല്ലെ. ജനിച്ചത് മുതൽ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നുണ്ടോ മനസ്സിനെ അകത്ത് ധ്യാനിക്കണം? ഇല്ല. ആദ്യം മുതലേ പുറത്താണ് അല്ലെ. കുട്ടി 3 മാസമായാൽ തന്നെ എന്ത് ചെയ്യും? കിളികിളികിളികിളിന്ന് എന്തെങ്കിലും കാണിക്കും. അപ്പൊ മുതൽ കുട്ടി തുടങ്ങും പുറത്തേക്ക് നോക്കാൻ. അതാ അവര് ഇവര് അങ്ങനെ എങ്ങനെയെന്ന് വന്ന് കാണിച്ചു കൊടുത്ത് നാമരൂപങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കും നമ്മൾ അല്ലെ. കാണിച്ചു കൊടുത്ത് എങ്ങനെ ആകർഷിക്കും. വാസ്തവമല്ലാത്ത വസ്തുക്കളെ പറഞ്ഞു കൊടുക്കും കുട്ടികൾ.
അപ്പൊ ഇങ്ങനെ പുറമേക്ക് ആകർഷിച്ചിട്ടാണ് അതിനെ പതുക്കെ കൊണ്ടുവന്ന് സ്വരൂപത്തിൽ നിർത്താം. ദിവ്യരൂപത്തിൽ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിപ്പിക്കുക. താരമന്തരനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാദഥാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ. പുറമേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ പതുക്കെ ഉള്ളിൽ തിരിച്ച് അശ്രമം മനസ്സി ചിന്തയാമഹേ. ഭഗവാന്റെ രൂപത്തിനെ കുറെ കാലം ധ്യാനിച്ചു കഴിഞ്ഞാൽ ശ്രമം ഉണ്ടാവില്ല. ആദ്യമൊക്കെ കുറച്ച് ശ്രമം ഉണ്ടാവും. കാല് മുതൽ ഇങ്ങനെ ധ്യാനിച്ചു തുടങ്ങുമ്പോ കുറച്ച് കാല് തെളിഞ്ഞു കിട്ടും, പിന്നെ തെളിഞ്ഞു കിട്ടില്ല. കുറെ കഴിയുമ്പോൾ ഏകാന്തത്തിൽ പരിശീലിച്ചാൽ ആ ഭഗവാന്റെ ശംഖചക്ര ഗദാപാണിയായി നീലമേഘശ്യാമളനായി പീതാംബരധാരിയായി ഊർധ്വപുണ്ഡ്രത്തോടുകൂടെ കരുണ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളോടുകൂടെ മന്ദഹാസത്തോടുകൂടെ ആർദ്രമായ മന്ദഹാസത്തോടുകൂടെയുള്ള രൂപം ഹൃദയത്തിൽ അങ്ങനെ തേജോ നിബിഡതരകളായാവലീ ലോഭനീയം. തേജസ് തെങ്ങി നിൽക്കുന്ന ഹൃദയത്തില് ഭഗവാന്റെ ആ ദിവ്യരൂപം ഹൃദയത്തിൽ പ്രകാശിച്ചു വരും. അങ്ങനെ ഹൃദയത്തിൽ പ്രകാശിച്ചു വരുമ്പോ മതിം മതയതേ രോമാഞ്ചയത്യംഗകം. ബുദ്ധി തന്നെ അങ്ങനെ ലഹരി പിടിക്കും. ആ ദിവ്യരൂപത്തിനെ കണ്ട് ആനന്ദലഹരി മനസ്സിന് ഏർപ്പെടും. അതങ്ങനെ ധ്യാനിക്കും തോറും കൂടുതൽ 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 ധ്യാനത്തില് ലഹരി പിടിക്കും ഈ ജീവന്. അങ്ങനെ ധ്യായതം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയിതേവ ഭാസത്തെ. ഇങ്ങനെ രൂപത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഒരു ഘട്ടത്തിൽ വരുമ്പോ ഈ രൂപം മറഞ്ഞു പോകും. ഈ രൂപം ഉള്ളിൽ നിന്നങ്ങോട്ട് മറഞ്ഞു പോകും. രൂപം മറഞ്ഞു പോകുമ്പോ കൃഷ്ണനെ കുറെ കാലം ധ്യാനിച്ചു, കുറച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ ഓടിപ്പോകും. ഗോപസ്ത്രീകളോട് അങ്ങനെയാ ചെയ്തത് ഭഗവാൻ. അതുപോലെ നമ്മളോട് ഓരോരുത്തരോടും ചെയ്യും. സകല രൂപത്തിനെ ധ്യാനിക്കുമ്പോ നിർഗുണ ബ്രഹ്മത്തിനെ ധ്യാനിക്കേണ്ട, നിങ്ങൾ സഗുണ ബ്രഹ്മത്തിനെ ധ്യാനിച്ചാൽ എന്ന് പറഞ്ഞ് ചിലർ വെറുതെ വിഷമമുണ്ടാക്കും. വിഷമിക്കൊന്നും വേണ്ട. സഗുണ ബ്രഹ്മത്തിനെ ധ്യാനിച്ചാൽ സഗുണബ്രഹ്മം തനിയെ മറഞ്ഞു പോയിക്കൊള്ളും. ഒരു ഘട്ടം എത്തുമ്പോ സഗുണബ്രഹ്മം മറഞ്ഞു പോയിട്ട് വേണമെന്ന് വെച്ചാൽ പോലും പിടിതരില്ല. ചിലർക്കൊക്കെ വിഷമം ഉണ്ടായാലും അതിന് വഴി കാണിച്ചു തരാൻ ഗുരു വരും. രാമകൃഷ്ണ പരമഹംസർക്ക് കാളിയുടെ രൂപത്തിനെ ധ്യാനിച്ച് ധ്യാനിച്ച് തോത്താപുരി വന്നു. രാമകൃഷ്ണ പരമഹംസരുടെ ഗുരു തോത്താപുരി ബ്രഹ്മോപദേശം ചെയ്തു. രാമകൃഷ്ണദേവനെ എത്ര ചിന്തിച്ചാലും മനസ്സ് ബ്രഹ്മത്തിൽ നിർഗുണത്തിൽ നിൽക്കണില്ല. ധ്യാനിക്കാൻ പുറപ്പെടുമ്പോ കാളിയുടെ ആ ദിവ്യരൂപം മുമ്പിൽ വന്ന് നിൽക്കും. അവസാനം തോത്താപുരി പറഞ്ഞു, വിവേകം കൊണ്ട് കാളിയെ ബ്രഹ്മമാക്കി മാറ്റി കടന്നു പോവാന്ന്. കാളിയുടെ രൂപത്തിനെയും ബ്രഹ്മരൂപമായി കണ്ട് ക്രമേണ അതിനെ ഛേദിച്ചു മുന്നോട്ട് പോയി എന്നാണ്. നെറ്റിയില് ഒരു കുപ്പിച്ചില്ലുകൊണ്ട് കുത്തിയപ്പോ ആ വേദന ഉണ്ടായപ്പോ ഈ രൂപത്തിനെ കടന്നുപോയി. പതുക്കെ ആ രൂപത്തിനെ കടന്നുപോയി. ചിലരൊക്കെ അങ്ങനെ രൂപത്തിൽ പിടിപെട്ടു പോയാൽ പോലും ഈശ്വരൻ ഏതെങ്കിലും വഴിക്ക് അവരെ അതിന്റെ അപ്പുറം കൊണ്ട് എത്തിക്കും. അപ്പൊ ഈ സഗുണമൂർത്തിയെ ധ്യാനിച്ച് ധ്യാനിച്ച് ക്രമേണ സാന്ദ്രമോദരസരൂപം അന്തരം, സാന്ദ്രമായിട്ടുള്ള ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന രൂപം ബ്രഹ്മരൂപമയിതേവ ഭാസത്തെ. ആ ദിവ്യരൂപം ഹൃദയത്തിൽ മറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഈ സാധകൻ ആ ദശയിൽ ഒന്നിങ്ങനെ കിടന്നു നിൽക്കും. ധ്യാനിക്കാൻ പറ്റണില്ലല്ലോ. അപ്പൊ ഉള്ളിൽ വരണ ഭഗവാൻ പറയും, ധ്യാനിക്കാൻ പറ്റണില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ലല്ലോ, ആ രൂപം പോയി, പിന്നെ എന്തുണ്ട്? വേറെ ഒന്നുമില്ല, ബാക്കിയുള്ള ചിത്തവൃത്തികളൊക്കെ പോയി. കൃഷ്ണന്റെ രൂപവും പറഞ്ഞു. അപ്പൊ അവിടെ എന്തുണ്ട്? ഈ ധ്യാനം ചെയ്യണ ആളവിടെ ഉണ്ട്. അപ്പൊ ധ്യാനിക്കണവൻ ആരാണോ അവനെ പിടിക്കാം. ധ്യാനിക്കണ ഞാൻ, എല്ലാ ധ്യാനത്തിനും ആശ്രയമായിട്ടുള്ള ബോധം, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകണില്ല. എന്തിനെ ധ്യാനിക്കണമെങ്കിലും ധ്യാനിക്കണവൻ അവിടെ ഉണ്ടാവണം. ആത്മാ. രമണ മഹർഷി പറയും, ധ്യാനിക്കല്ല വേണ്ടത്, ധ്യാനിക്കണവനെ കണ്ടുപിടിക്കണം എന്നാണ്. ധ്യാനിക്കണവൻ ആരോ അവനെ കണ്ടുപിടിക്കണം. എന്നാൽ ഒരിക്കലും വിഷമിക്കണ്ട. ബാക്കിയൊക്കെ എന്തിനെങ്കിലും ധ്യാനിക്കുമ്പോഴൊക്കെ വന്നിട്ട് പോകും. പക്ഷെ ധ്യാനിക്കണവൻ എപ്പോഴും ഉണ്ട്. ധ്യാനരൂപങ്ങളൊക്കെ വന്നിട്ട് പോകുമ്പോഴും ധ്യാനിക്കണവൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതാണ് സമാധി. സമാധി എന്ന് വെച്ചാൽ എന്താണ്? ആത്മജ്ഞാനം. ബാക്കി ദർശനങ്ങളൊക്കെ വന്നിട്ട് പോകും. യോഗസമാധി പോലും വന്നിട്ട് പോകും.
പക്ഷെ എപ്പോഴും ഉള്ളത് എന്താണ്? ഞാൻ 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 എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ബോധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകണേയില്ല. അതാണ് അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്യ മധ്യം ച ഭൂതാനാം അന്തയേവ ച. ഞാൻ ആത്മാവാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അർജുന താൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ തന്റെ ഉള്ളിൽ ആത്മാവായിട്ടുണ്ട്. താൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ അവിടെ ഉണ്ടാവും. ഈ അർജുനൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ ഇടയിൽ വന്നിട്ട് പോകണത്. പക്ഷെ ഞാനോ അർജുനന്റെ ഉള്ളിൽ സദാ ഉള്ള വസ്തു. എന്നിലാണ് അർജുനൻ എന്നുള്ളത് പോലും ഭാസിക്കുന്നത്. അപ്പോ ശാശ്വതമായുള്ള ആത്മാ പ്രകാശിക്കും. അതാണ് സമാധി. തത്സമാസ്വാദനരൂപിണീം സ്ഥിതിം തത്സമസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിത പുനരതഃ പരിച്യുത ആരഭേമഹി ച ധാരണാദികം. ഈ സമാധി പലപ്പോഴും ദൃഢമാവില്ല. ഇവിടെ ഭട്ടതിരി പറയുന്നത് യോഗസമാധിയാണ്. യോഗസമാധി അങ്ങനെ പോയിട്ട് ഉയർന്ന തലത്തിൽ നിന്ന് പിന്നെയും വീഴും. വീണാൽ പിന്നെയും ധാരണാധ്യാനം എന്ന് പറഞ്ഞ് തുടങ്ങണം. ഇങ്ങനെ മേപ്പെട്ട് പോവുക, ചുവട്ടില് വരിക, പോവുക, ചുവട്ടില് വരിക, ഇങ്ങനെ ഇരിക്കുമ്പോ അവസാനം സദ്ഗുരു വന്നിട്ട് പറയും, ഈ പോക്കും വരവും ഒന്നും തന്റെ സ്വരൂപമല്ല, ശാശ്വതമായി എന്തുണ്ടോ അതാണ് താൻ, തത്വമസി. ഒരിക്കലും ഇനി ചലനമില്ലാത്ത സ്ഥിതിയിൽ എത്തിക്കാൻ സർവേശ്വരൻ ഗുരുവിന്റെ രൂപമെടുത്തു വരും. അതാണ് ബ്രഹ്മാവിനുണ്ടായതേ. ബ്രഹ്മാവ് തപസ്സൊക്കെ ചെയ്തു. തപസ്സുകൊണ്ടൊന്നും ശാശ്വതമായ ശാന്തി ഉണ്ടായില്ല. ശാന്തി ഉണ്ടായത് ഭഗവാൻ ഉപദേശിച്ചപ്പോഴാണ്. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവേ, സർവവും ഭഗവത് സ്വരൂപം, ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇതറിഞ്ഞ് അങ്ങക്ക് ഇനി സൃഷ്ടികർമ്മം ഒന്നും ചെയ്താലോ അഹങ്കാരം ഉണ്ടാവില്ല. അപ്പോ ഈ യോഗ പരിശീലനം കൊണ്ടൊക്കെ ചിത്തം ശുദ്ധമാവും. ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ കുറെ ജപം ചെയ്താൽ തന്നെ മതി. ഇപ്പൊ ഇത്രയൊക്കെ യോഗസാധനയൊക്കെ പറഞ്ഞുവല്ലോ, ഇതൊന്നും ആലോചിച്ച് പഠിക്കണ്ട. ഇനിയിപ്പോ ഈ പ്രാണായാമമോ ധാരണയോ ആസനമോ ഒന്നും വേണ്ട, നാമജപം മാത്രം മതി. ശ്രദ്ധയോടെ ജപം. വെറുതെ വായുകൊണ്ട് ജപിച്ചുകൊണ്ട് നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ. ജപിക്കണം എന്ന് പറഞ്ഞാൽ ചിലർ ജപമാലയും വെച്ചുകൊണ്ട് ടിവിയുടെ മുമ്പിലിരിക്കും. അങ്ങനത്തെ വിഡിത്തൊന്നും ചെയ്ത് പോരും. അപ്പൊ ജപം ശ്രദ്ധയായ ഏകാന്തത്തിലിരുന്ന് നാമജപം ചെയ്താൽ തന്നെ മതി. ബാക്കി സമാധി ഇതൊക്കെ ഇപ്പൊ നാരായണീയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എളുപ്പമായി ഭഗവാനെ പ്രാപിക്കാം. യജ്ഞാനാം ജപയജ്ഞോസ്മി. നാമജപം ചെയ്താൽ മതി. ഏകാന്തത്തിലിരുന്ന് ഏതെങ്കിലും ഒരു നാമത്തിനെ നിരന്തരം ഉരുവിടാം മനസ്സുകൊണ്ടും. ജപയോഗ സുധാനിധി എന്ന് പറഞ്ഞൊരു പുസ്തകം, ആ പുസ്തകം ഇതിനു മുമ്പ് ഇവിടെ പനമ്പള്ളി നഗറിൽ സപ്താഹം നടക്കുമ്പോഴൊക്കെ അതിന്റെ രചനയായിരുന്നു. ജപം ചെയ്യാനുള്ള മാർഗങ്ങളെ വിസ്തരിച്ച് പ്രതിപാദിച്ച് അനുഷ്ടുപ്പ് വൃത്തത്തില് ലളിതമായ ശ്ലോകങ്ങൾ, മലയാളം അറിയണവർക്ക് തന്നെ സംസ്കൃതമാണെങ്കിലും വായിച്ചാൽ മനസ്സിലാവും. ഇംഗ്ലീഷിലെ അർത്ഥത്തോടുകൂടെ പുസ്തകമുണ്ട്. വേണമെന്നുള്ളവർക്ക് അത് വാങ്ങിക്കാം. ഇവിടെ ഉണ്ട് ചെറിയ പുസ്തകം. ജപയോഗ സുധാനിധി എന്ന് പറഞ്ഞു 115 ശ്ലോകത്തോളം ആയിട്ട് ജപത്തിന്റെ സമ്പ്രദായം, ജപം എങ്ങനെയൊക്കെ ചെയ്യാം, നാമജപം മന്ത്രജപം എങ്ങനെയൊക്കെ ചെയ്യാം. ജപയോഗം കൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. അനേക വികാരങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഭഗവാന്റെ ഒരേ നാമത്തിൽ നിർത്തുക. അതും നിർബന്ധിച്ച് നിർത്തുമൊന്നും വേണ്ട. ജപിച്ചുകൊണ്ടേ ഇരുന്നാൽ ക്രമേണ മനസ്സ് പിടിച്ചോളും. അല്ലാതെ മനസ്സിൽ നിർബന്ധിച്ച് ജപം കൊടുക്കുകയൊന്നും വേണ്ട. വാചികമായി ജപിച്ച് പരിശീലിച്ചാൽ ക്രമേണ മാനസീ ജപമാവും. അത് മാനസീ ജപമായി ആ മനസ്സ് അടങ്ങി ഈശ്വര സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. എപ്പോഴും ജപിച്ച് പരിശീലിക്കണം. അടുക്കളയിൽ പണി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ഒക്കെ പരിശീലിക്കണം. ആ പരിശീലിക്കുന്നതിനോടൊപ്പം തന്നെ കാണുന്നതൊക്കെ ആ നാരായണന്റെ സ്വരൂപം എന്നും കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പൊ ഈ ജപിക്കുമ്പോൾ മനസ്സടങ്ങാൻ എളുപ്പം. ആരോടെങ്കിലുമൊക്കെ വെറുപ്പ് തോന്നിയാൽ അവര് സാക്ഷാത് നാരായണ സ്വരൂപം. ആരോടെങ്കിലുമൊക്കെ ആസക്തി തോന്നിയാൽ ഇത് രണ്ടുകൊണ്ടാണല്ലോ മനസ്സലയ്യ. നോക്കിക്കോളെ, ഇതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ജീവിതത്തില്. കുഴപ്പത്തിന് മുഴുവൻ കാരണം രാഗം ദ്വേഷം. ഇത് രണ്ടും പോയാൽ വിഷപ്പല്ല് പറിച്ചെടുത്ത പാമ്പിനെ പോലെയാണ് മനസ്സ്. പിന്നെ ഒന്നും വിഷമിക്കില്ല. ശിവനെ പോലെ കഴുത്തിലിട്ട് നടക്കാം. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈ ശരന്ന്. രാഗദ്വേഷം പോയാൽ വിഷയങ്ങളെ അനുഭവിച്ചാൽ പോലും കുഴപ്പം പറ്റില്ല. ഈ രാഗദ്വേഷമാണ് കുഴപ്പം. ഒന്നിനോട് വെറുപ്പ്, ഒന്നിനോട് ആസക്തി. ഒന്ന് വേണം എന്ന് നിർബന്ധം, ഒന്ന് വരാൻ പാടില്ല എന്ന് നിർബന്ധം. ഇത് രണ്ടും എടുത്തു കളഞ്ഞാൽ എന്തുമായിക്കോട്ടെ, വരുന്നതൊക്കെ വരട്ടെ, പോകണതൊക്കെ പോകട്ടെ. ആ ഭാവം ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ മനസ്സടങ്ങി കിട്ടും.
അതിനോടൊപ്പം ഭഗവാന്റെ നാമത്തിനെ, ഇഷ്ടമുള്ള നാമത്തിനെ, ഏത് നാമമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ നാമത്തിനെ ധാരമുറിയാതെ ജപിച്ച് പരിശീലിക്കുക. ഈ ജപം കൊണ്ട് ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ശുദ്ധമാവും, രക്തം ശുദ്ധമാവും, പ്രാണവായു ശുദ്ധമാവും, ആരോഗ്യം നന്നാവും, മനസ്സ് ശുദ്ധമാവും, ബുദ്ധിക്ക് തെളിച്ചം കൂടും, ആനന്ദം ഉണ്ടാവും, സമയം പോണത് അറിയില്ല, നേരം പോണില്ല എന്നുള്ള കുഴപ്പമുണ്ടാവില്ല. കുറെ കഴിയുമ്പോ ജപിച്ചു തുടങ്ങുമ്പോ ചിലപ്പോ ഒരു 16 വയസ്സ് 20 വയസ്സിൽ ജപിച്ചു തുടങ്ങിയതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ കാണാം, അയ്യോ ആരോ പറഞ്ഞു ശതാഭിഷേകമാണെന്ന് പറയും. അത്രേ അറിയുള്ളൂ, അത്രയും കാലം പോയത് അറിയില്ല. ജപത്തില് രസം കണ്ടെത്തിയവർക്ക് സമയം പോണത് അറിയില്ല. അങ്ങനെ ഭഗവൻ നാമത്തിനെ ജപിച്ചുകൊണ്ട് സദാ രസിച്ചുകൊണ്ടിരുന്നാൽ ജഗത്ത് മുഴുവൻ പ്രളയമാവും. പ്രളയമാകുക എന്ന് വെച്ചാൽ ആത്യന്തികമായ പ്രളയം എന്ന് പറയുന്നത് മുക്തിയാണ്. ശരീരം ഉള്ളപ്പോ തന്നെ പ്രളയം, ശരീരം ഉള്ളപ്പോ തന്നെ മരണത്തിന് മുമ്പ് തന്നെ ഇവിടെ പ്രളയം. നാമരൂപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇല്ല, കാരണം ഒന്നും ഉള്ളിൽ സ്ഥാനം പിടിക്കണില്ല. ഇത്രയും പേര് മുമ്പിലുണ്ടെങ്കിലും ഇവരാരും ഇല്ല എന്ന് നല്ല ഉറപ്പ്. സത്സംഗം ഇവിടെ 7 ദിവസം നടന്നിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഭാവം, എന്തൊക്കെ പ്രവർത്തിച്ചാൽ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള പിന്നീട് ഒരു വിചാരമോ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അത് നമ്മളുടെ ഉള്ളിൽ കടന്നിട്ട് വല്ല കുഴപ്പമുണ്ടാക്കുകയോ ഭാവനയിൽ കടന്നിട്ട് വല്ല വിഷമമുണ്ടാക്കുകയോ ഒന്നും ചെയ്യണില്ലെങ്കിൽ ലോകം പ്രളയമായി കഴിഞ്ഞു. എത്രയൊക്കെ വ്യവഹാരം ചെയ്തിട്ടും കുടുംബത്തിൽ ഇരുന്നിട്ടും കുടുംബത്തിൽ എന്തൊക്കെ നടന്നാലും അതൊന്നും ഉള്ളിൽ കയറി ഒരു കുഴപ്പം ഉണ്ടാക്കണില്ലെങ്കിൽ, പുറമേക്ക് എന്തൊക്കെ തന്നെ ഇരുന്നാലും ഉള്ളിൽ കയറണേ ഇല്ലെങ്കിൽ പ്രളയമായി കഴിഞ്ഞു. ഉള്ളിൽ ആത്മാവ് മാത്രം, പുറമേക്ക് യുദ്ധം തന്നെ ചെയ്യാം, എന്നാലും ഒന്നും ചെയ്തൊന്നും തോന്നണില്ല, ഒന്നും ചെയ്തതൊന്നും ഉള്ളിൽ ബാധിക്കണില്ലെങ്കിൽ പ്രളയമായി കഴിഞ്ഞു. അതാണ് ആത്യന്തികമായ ശരിയായ പ്രളയം, മുക്തി എന്നുള്ളത്. അങ്ങനെയുള്ള പ്രളയം ഏർപ്പെട്ടാൽ ഈ ജീവന് പിന്നെ എന്തുമാവാം. അത്തരം പ്രളയം അദ്വൈത ജ്ഞാനം കൊണ്ടേ ഉണ്ടാവുള്ളൂ. അദ്വൈത ജ്ഞാനം എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട. അദ്വൈത ജ്ഞാനം എന്ന് വെച്ചാൽ ഈശ്വരനെ ഉള്ളൂ എന്നുള്ള ഉറപ്പ്. ഈശ്വരൻ അല്ലാതെ ബാക്കി തോന്നണതൊക്കെ വെറും നാമരൂപം, വെറും മായാപ്രകടനം, ഒന്നും കാര്യമില്ല. ഒക്കെ വരും, നമ്മളുടെ മുമ്പ് കുറെ കളിക്കും പോകും. നമ്മളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിച്ചിട്ട് പോകും. ഇവരാരും ശാശ്വതമല്ല, ഇവിടെ ആരോടും ശാശ്വതമായ ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല, ശാശ്വതമായ ബന്ധം സ്ഥാപിച്ച് സുഖിക്കാൻ പറ്റില്ല, ഒക്കെ വിട്ടിട്ട് പോകും. അതുകൊണ്ട് എന്തിന് ഇതൊക്കെ നാടകം പോലെ നടക്കട്ടെ, ഒന്നും വാസ്തവം എന്നുള്ള വിചാരമില്ല. വാസ്തവം ആത്മാ മാത്രം. ആത്മാവിനെ പിടിപെടാതെ ഇരിക്കണു. ആത്മാവൊന്നു മാത്രം ഉണ്മയായ വസ്തു, ആത്മാവാണ് ഞാൻ, അത് മാത്രം ഉണ്മയായ വസ്തു. ആ ഉണ്മയായ വസ്തുവിൽ നാമരൂപങ്ങൾ ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കണു. ഒന്നിനോടും ഒരു ബന്ധവുമില്ലെങ്കിൽ മനസ്സ് സദാ ശാന്തി. ആ ശാന്തി പെരുത്ത് 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 വരും. പെരുത്ത് പെരുത്ത് വന്നാൽ അവസാനം വേറെ ഒന്നിനെയും അത് ഉള്ളിൽ പ്രവേശിപ്പിക്കില്ല. ദ്വൈതത്തിനെ പ്രവേശിപ്പിക്കില്ല, രാഗദ്വേഷങ്ങളെ പ്രവേശിപ്പിക്കില്ല, ദുഃഖത്തിനെ പ്രവേശിപ്പിക്കില്ല. അത്തരത്തിലുള്ള അവസ്ഥയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്, മുക്തി എന്ന് പറയുന്നത്. അത്തരം മുക്താവസ്ഥയാണ് ആത്യന്തികമായ പ്രളയം. ആ പ്രളയത്തിനുള്ള യാത്രയാണ് ഭാഗവതമേ. അങ്ങനെ ആരംഭം മുതൽ തുടങ്ങുമ്പോ ഓരോ ഘട്ടത്തിൽ ഓരോ അസുരന്മാരെ കൊന്നു മേപ്പെട്ട് പോകണം. അങ്ങനെ അടിവേരില് ചുവട്ടില് നീചമായ തലത്തിൽ കിടക്കുമ്പോഴും അവിടെ മനുഷ്യന് ആസക്തി ഉണ്ടാവും കാഞ്ചനത്തിനോട്, സ്വർണത്തിനോട്, ലോകവിഷയങ്ങളോട്. കാമകാഞ്ചന ത്യാഗം. അങ്ങനെ കാഞ്ചനനെ കണ്ണുവെച്ചുകൊണ്ടിരിക്കണവനാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യത്തില് കണ്ണ് അക്ഷം വെച്ചുകൊണ്ടിരിക്കണവൻ ഹിരണ്യാക്ഷൻ. ഹിരണ്യം കൊണ്ട് കട്ടിലുണ്ടാക്കി സുഖിക്കണവൻ ഹിരണ്യകശിപു, ഭോഗി. അങ്ങനെയുള്ളവര് രണ്ടുപേരും എങ്ങനെ ജനിച്ചു? വൈകുണ്ഠത്തിൽ കാവല് നിന്നവരാണ്. അവർക്കുള്ളിൽ ആസക്തി ഉണ്ടായിരുന്നു, വാസന. വൈകുണ്ഠത്തില് ഭഗവാന്റെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാര്, നമ്മൾ പലപ്പോഴും യോഗ്യതയില്ലാത്ത സ്ഥലത്തൊക്കെ പോസ്റ്റ് കിട്ടും നമുക്ക്. പക്ഷെ വാസന ഉള്ളിലുണ്ടെങ്കിൽ അത് എന്നെങ്കിലും പൊന്തി വരും. സത്സംഗം 2 വിധത്തിൽ ഉപയോഗപ്പെടും. മഹാത്മാക്കളുടെ സന്നിധിയിൽ പക്വമായിട്ടുള്ളവർക്ക് ജ്ഞാനം ഉണ്ടാവും. അപക്വികൾക്കുള്ളിൽ എന്തൊക്കെ ദുർവാസനയുണ്ടോ അതൊക്കെ വേഗം പൊന്തി പുറത്തു വരും. ജ്ഞാനികളുടെ സന്നിധിയിൽ പൊന്തി പുറത്തു വന്ന് വേഗം അതൊക്കെ അനുഭവിച്ചു തീരും. അങ്ങനെയുമുണ്ട്. അപ്പൊ വൈകുണ്ഠത്തിലേക്ക് വിഷ്ണുവിനെ കാണാൻ ചെന്ന സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നുള്ളവരെ ഇവർ തടുത്തു, ജയവിജയന്മാർ.
തടുത്തപ്പോ ഉടനെ അവർ ശപിച്ചു. ശപിച്ചത് എന്താ? ഒരു ആശീർവാദം. ഇവരുടെ ഉള്ളിൽ അസുരവാസന ഉണ്ടേ. അപ്പൊ അസുരവാസന ഉള്ളതുകൊണ്ട് സനകസനന്ദനാദികൾ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ പോയി അസുരന്മാരായിട്ട് ജനിക്കാമോ? ശപിച്ചു. ഭഗവാനും അതിനെ അനുമോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇവർക്ക് വാസനയുണ്ട്, പോയിട്ട് വരട്ടെ, ഭൂമിയിൽ പോയി 3 ജന്മം ജനിച്ചിട്ട് വരട്ടെ. പക്ഷെ മഹാത്മാക്കളുടെ ആശീർവാദം കൊണ്ട് ഇവർ 3 ജന്മത്തിൽ വേഗം തിരിച്ചുപോയി. 3 ജന്മം കൊണ്ട് അവസാനിച്ചു. അവരുടെ ആ വാസനയൊക്കെ അത്ര ഭയങ്കരമായി പുറത്തു വന്നു. ചിലർക്കൊക്കെ വാസന ഭയങ്കരമായി പുറത്തു വരും. മറ്റുള്ളവരൊക്കെ കണ്ടാൽ തോന്നും നല്ല കുലത്തിൽ ജനിച്ചവരായിരിക്കും ചിലപ്പോ. അതുപോലെ ഇവർ നല്ല കുലത്തിൽ ജനിച്ചവരാ. കശ്യപ പ്രജാപതിയുടെ കുലത്തിലാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചത്. എന്നിട്ട് ഭയങ്കരമായ അസുരവാസന, അസുരവാസനയോടുകൂടെ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തി, ഭൂമി ഇങ്ങനെ സൃഷ്ടികാലത്തിൽ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കണു. അപ്പൊ ബ്രഹ്മാവ് ഇതിനെ ഉയർത്താൻ എന്താ വഴിയെന്ന് ആലോചിക്കുന്ന സമയത്ത് ബ്രഹ്മാവിന്റെ മൂക്കിന്റെ ഉള്ളിൽ നിന്നും ഒരു കൊച്ചു വരാഹം പുറത്തേക്ക് വന്നു. വരാഹം പുറത്തേക്ക് വന്നു. അത് ക്രമേണ വലുതായി ഭീമാകാരമായിട്ട് നിന്നു. സാളഗ്രാമശില പോലെ നിന്നു എന്നാണ്, വലുതായിട്ട് അങ്ങനെ വളർന്നു നിന്നു. എന്നിട്ട് വരാഹമൂർത്തി ഓടി നേരെ, യജ്ഞവരാഹമൂർത്തിയെ ദേവതകളൊക്കെ സ്തുതിച്ചു. വരാഹമൂർത്തി ഭൂമിയെ ഉദ്ധരിക്കാനായിട്ട് പോയി. ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരണു, ക്രോഡത്തിൽ വെച്ചുകൊണ്ട്. വേദത്തിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഭൂമിയെ ഉദ്ധരിക്കാന്ന് വെച്ചാൽ ഭൂമി തത്വത്തിനെ ശുദ്ധം ചെയ്യാം. ഭൂമി തത്വം എന്നുള്ളത് നമ്മളുടെ ഏറ്റവും ചുവട്ടിലുള്ള സെന്ററാണ്, മൂലാധാരത്തിലാണ് ഭൂമി. മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോബിഭ്രൂമധ്യേ സകലമപി ഭിത്വാ കുലപഥം സഹസ്രാരേ പദ്മേ സഹ രഹസി പത്യാ വിഹരസേ. മൂലാധാര ചക്രത്തിൽ നിന്നും ഈ ചിത്തത്തിനെ ഉയർത്തണം. വളരെ ചളിയിൽ കിടക്കുന്ന അവസ്ഥ, വാസനാമയമായ ചളിക്കുണ്ടിൽ കിടക്കുന്ന ഈ ജീവൻ. അപ്പൊ ചളിയിൽ ഇറങ്ങണ ജീവി ആരാണ്? പന്നി. അപ്പൊ ഭഗവാൻ പന്നിയായിട്ട് തന്നെ വന്നു, ചളിയിൽ കിടക്കുന്ന ജീവിയായിട്ട് തന്നെ വന്നു. അവിടുന്ന് പിടിച്ച് ഉയർത്തണമെങ്കിൽ ചളിയിൽ കിടക്കുന്ന ജീവിയായിട്ട്. സംസാര സമുദ്രത്തിൽ കിടക്കുന്ന ജീവനെ ഉയർത്താൻ എന്ത് വേണം? സമുദ്രത്തിലുള്ള ജീവി വരണം. അതുകൊണ്ടാണ് മത്സ്യമായിട്ട് വരാൻ പോണത്. ഇവിടെ ചളിയിൽ കിടക്കുന്ന ജീവിയെ ഉയർത്താനായിട്ട് ഭഗവാൻ ഇവിടെ യജ്ഞവരാഹമൂർത്തിയായിട്ട് തന്നെ അവതരിച്ചു. യജ്ഞവരാഹമൂർത്തിയായി അവതരിച്ച് ഭൂമിയെ വെള്ളത്തിൽ നിന്ന് പൊന്തിച്ചു കൊണ്ടുവന്നു. അങ്ങനെ പൊന്തിച്ചു കൊണ്ടുവരുമ്പോ വഴിയിൽ ഹിരണ്യാക്ഷനെ കണ്ടു. ഹിരണ്യാക്ഷൻ പറഞ്ഞു, അയേ ആരണ്യോയം മൃഗ, ഇത് വെറും കാട്ടുമൃഗം. ഭഗവാൻ പറഞ്ഞു, അതെ അതെ, ഞങ്ങളൊക്കെ കാട്ടുമൃഗം തന്നെയാണ്. തന്നെ പോലെയുള്ള ഗ്രാമസിംഹങ്ങളെ ഞങ്ങൾ വേട്ടയാടും. ഭാഗവതത്തില് ഭഗവാൻ പറഞ്ഞ ഗ്രാമസിംഹം എന്ന് വെച്ചാൽ കേൾക്കാൻ നല്ല രസം തോന്നും. നായ എന്നാണ് അർത്ഥം. ഗ്രാമത്തിലുള്ള സിംഹം, ഗ്രാമത്തിന്റെ തെരുവിലൊക്കെ ഇങ്ങനെ സിംഹമാണ് അത്. അതിന്റെ ഏരിയയിൽ വേറെ ആരും കിടക്കാൻ പാടില്ല. ഈ ഗ്രാമസിംഹത്തിനെ വേട്ടയാടാൻ വന്നതാണ്. എന്നിട്ട് വരാഹമൂർത്തിയായി ഭഗവാൻ ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്തു. ഹിരണ്യാക്ഷനെ വധിച്ചു. യജ്ഞവരാഹമൂർത്തിയെ ദേവതകളൊക്കെ സ്തുതിച്ചു. അങ്ങനെ ഭൂമിയെ ഉദ്ധരിച്ച് യജ്ഞവരാഹമൂർത്തി, യജ്ഞവരാഹമായി ഭഗവാൻ അവതരിച്ച് ഭൂമിയെ ഉദ്ധരിച്ച കഥയോടുകൂടെ നമ്മളുടെ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെയൊക്കെ സന്ദേശമായിട്ട് നാളെ കപിലാവതാരം നമുക്ക് വരും. ഭഗവാൻ കപിലനായി അവതരിച്ച് അമ്മയായ ദേവഹൂതിക്ക് ഭാഗവത രഹസ്യം, ഭാഗവത തത്വം ഉപദേശിക്കുന്നതാണ് നമുക്ക് നാളെ രാവിലത്തെ പ്രഭാഷണത്തിന്. അപ്പോ ഇവിടെ യജ്ഞവരാഹമൂർത്തിയായ ഭഗവാൻ ആരംഭം. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ വരാഹാവതാരം തന്നെ ആരംഭം. ചുവട്ടുനിന്ന് പോണം മേപ്പട്ടിക്ക്. അങ്ങനെ നാളെ കപിലാവതാരത്തോടുകൂടെ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.